പരാജയപ്പെട്ടിട്ടൊക്കെ ആയിരിക്കും ലാസ്റ്റ് എന്നാ ഒരു കൈ നോക്കിക്കളയാം എന്ന് വിചാരിച്ച് നമ്മളുടെ കൂടെയുള്ളവരുടെയൊക്കെ റിസൾട്ട് ഒക്കെ കണ്ടിട്ട് നമ്മളൊരു പകുതി മനസ്സോടെയൊക്കെ ആയിരിക്കും മിക്കവാറും എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. എന്താണ് സംഭവിക്കുന്നത്? പോരാത്തതിന് നെഗറ്റീവായിട്ട് കുറെ സോഷ്യൽ മീഡിയയിൽ കുറെ ന്യൂസുകളും അതുപോലെ തന്നെ കുറെ ആരോപണങ്ങളും ഒക്കെ എല്ലാം ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആൾക്കാർക്ക് എല്ലാം വളരെയധികം സംശയങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ക്ലിയർ അപ്പ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു സെഷൻ. അപ്പൊ ഫാറ്റ് ടു ഫിറ്റ് ആണ് നമ്മുടെ ടോപ്പിക്, ഇന്നത്തെ ടോപ്പിക്. അപ്പൊ ആദ്യത്തെ സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്യാമോ? നമുക്കറിയാം, നമ്മളെല്ലാവരും നമ്മളുടെ ഈ പ്രോഗ്രാമിൽ വന്നിട്ട് എല്ലാവരും പറയുന്നത് എന്തോ പൊടി കലക്കി കുടിക്കുന്നുണ്ട് അല്ലെ? എല്ലാവരെയും അങ്ങനെയാണ് പറയുന്നത്. എന്തോ പൊടി രാവിലെ തന്നെ കലക്കി കുടിക്കുന്നുണ്ട്, ഉച്ചയ്ക്ക് എന്തൊക്കെയോ ആഹാരം കഴിച്ചിട്ട് പിന്നെ വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും ഒരു പൊടി കലക്കി കുടിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പൊതുവെ നമ്മളെ കുറിച്ച് പുറത്തുള്ള ആൾക്കാർ പറയുന്നത്. പക്ഷെ നമ്മൾ എന്ത് പൊടിയാണ് കലക്കി കുടിക്കുന്നത്, എന്താണ് നമ്മൾക്ക് അതിന് നമ്മളെ ആരോഗ്യത്തിലേക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ആ പൊടിയിൽ അടങ്ങിയിട്ടുള്ളത് എന്തൊക്കെയാണ് എന്നൊക്കെ സയന്റിഫിക്കലി മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾ എന്താണ്, പൊടിയാണോ കഴിക്കുന്നത്, ന്യൂട്രീഷൻ ആണോ കഴിക്കുന്നത്, അല്ലെങ്കിൽ വെയിറ്റ് ലോസ് പൊടിയാണോ, എന്താണോ എന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഞാനും പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഇതുപോലെ വളരെയധികം സംശയങ്ങളൊക്കെ ആയിട്ട് ഹസ്ബൻഡ് ആദ്യം ജോയിൻ ചെയ്ത് റിസൾട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലേക്കാണ് ഞാൻ ഇങ്ങോട്ട് ഹസ്ബൻഡിന്റെ അടുത്തേക്ക് എത്തിയത്, എന്റെ സ്വന്തം വീട്ടിൽ നിന്നും ആ ലോക്ക്ഡൌൺ കഴിഞ്ഞ സമയത്ത്. അപ്പൊ ഞാൻ ഇതിനെ വളരെയധികം നെഗറ്റീവ്ലി ഞാൻ വളരെയധികം നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരുന്നത് വെച്ചാൽ ഈ പൊടി എന്താണെന്ന് അറിയാത്തതുകൊണ്ടും. പക്ഷെ അദ്ദേഹത്തിന്റെ വെയിറ്റ് ലോസ് റിസൾട്ട്സ് എനിക്ക് അത്ര, ഓഫ്കോഴ്സ് വെയിറ്റ് ലോസ് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ 2 മാസം മുന്നേ കണ്ടതിൽ നിന്നും തികച്ചും വ്യത്യസ്തനായ ഒരു മനുഷ്യനായിരുന്നെങ്കിലും ശരീരത്തിനകത്ത് എന്താണ് സംഭവിച്ചതെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ വളരെയധികം ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഞാൻ എപ്പോഴും ഇങ്ങനെ ഇതിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ നമുക്ക് ഒരു ദിവസം ഞാൻ എപ്പോഴും നിർബന്ധിക്കും, നമുക്ക് ടെസ്റ്റ് ചെയ്യണം, എന്താണ് ശരീരത്തിനകത്ത് സംഭവിച്ചത്, ടെസ്റ്റ് ചെയ്യണം, സ്കാൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോഴും ബഹളം വെച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം വളരെ ഇമോഷണൽ ആയിട്ട് സ്കാൻ ചെയ്യാനായിട്ട് നിർബന്ധിച്ചുകൊണ്ടിരുന്ന ഒരു ദിവസത്തിലാണ് അദ്ദേഹത്തിന്റെ ബ്ലഡ് റിസൾട്ട്സ് എന്നോട് ഷെയർ ചെയ്തത്. അപ്പൊ ബ്ലഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്ന പിന്നെ മറ്റെല്ലാവരും പോലെ തന്നെ ഒബിസിറ്റി അസോസിയേറ്റഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അന്ന് 45 വയസ്സായിരുന്നു, 45-46 വയസ്സായിരുന്നു, 4 വർഷം മുന്നുള്ള പ്രായം. അപ്പോൾ അദ്ദേഹത്തിന് ഒബിസിറ്റി റിലേറ്റഡ് ആയിട്ട് ഡയബറ്റീസ്, BP, ഹൈ BP, ബോർഡർ ലൈൻ കൊളസ്ട്രോള്, പിന്നെ ഫാറ്റി ലിവർ, ഇതെല്ലാം വെച്ചുകൊണ്ടാണ് നമ്മൾ ശരീരം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ ബ്ലഡ് റിസൾട്ട്സ് എന്നെ കാണിച്ചപ്പോഴേക്കും വളരെയധികം ഹാപ്പി ആവുന്ന, അല്ലെങ്കിൽ വളരെയധികം അസ്റ്റോണിഷ്ഡ് ആയിട്ടുള്ള ബ്ലഡ് റിസൾട്ട് ആണ് ഞാൻ കണ്ടത്. ബിക്കോസ് ഇപ്പൊ നമ്മൾ ഒരു ഷുഗറിന് നമ്മൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ആ ഷുഗറിന്റെ വാല്യൂ ചിലപ്പോൾ ഒരു പരിധി ചെയ്യുമ്പോൾ ഇൻസുലിനൊക്കെ അടിക്കുമ്പോൾ നോർമലാവും. പക്ഷെ കുറെ നാൾ കഴിയുമ്പോഴേക്കും നമ്മളുടെ ലിവർ അല്ലെങ്കിൽ കിഡ്നി ഒക്കെ ഡാമേജ് ആയി തുടങ്ങും. അങ്ങനെയുള്ള ഒരു സ്ഥിതി വിശേഷമാണ് നമ്മുടെ സമൂഹത്തിലും നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരു ഓർഗൻ നമ്മൾ ശരിയാക്കാൻ മെഡിസിൻ വെച്ച് ശരിയാക്കി തുടങ്ങുമ്പോഴേക്കും മറ്റൊരു ഓർഗൻ പണിമുടക്ക് തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് എല്ലാ വാല്യൂസും എല്ലാം നോർമൽ ആയിട്ടുള്ള ഒരു ബ്ലഡ് റിസൾട്ട് കണ്ടപ്പോൾ വളരെയധികം സന്തോഷമായി. പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം പ്രകടിപ്പിച്ചു. ഈ ബ്ലഡ് റിസൾട്ട് കണ്ടതിന് ശേഷം മാത്രമാണ് ഞാൻ നമ്മുടെ ഫുഡ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ പറയാം. ബിക്കോസ് 14 ദിവസത്തോളം ഞാൻ ഈ ഒരു കൺഫ്യൂഷനിലായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പൊ അതിനൊക്കെ സഹായിച്ച നമ്മുടെ സിസ്റ്റത്തോടും ഓർഗനൈസേഷനോടും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഫാറ്റ് ടു ഫിറ്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഷെയ്ക്ക് നമ്മൾ മോർണിംഗിൽ നമ്മൾ കഴിക്കുന്ന ന്യൂട്രീഷൻ ഷെയ്ക്ക്, അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ കാലറി ന്യൂട്രീഷൻ ആണ്. ലോ കാലറി, അതിൽ തന്നെയാണ് നമ്മളുടെ സയന്റിഫിക് ആയിട്ട് നമുക്ക് വെയിറ്റ് ലോസ് സംഭവിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇതൊരു പഴയ സ്ലൈഡാണ്. പണ്ട് കാലത്ത്, അതായത് ഞാൻ കേട്ടിരിക്കുന്നത്, ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷെയ്ക്ക് മേറ്റ് ഒക്കെ അവൈലബിൾ ആണ്. ടിന്നിലല്ല, ഒരു പൗച്ചിലാണെന്ന് മാത്രം. നേരത്തെ ഉള്ളവർ ഓർക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 1 കൊല്ലം ടൈപ്പ് ചെയ്തേക്കണം. എന്ന് വെച്ചാൽ അന്ന് നമ്മൾക്ക് സാഷേ ആയിട്ട് സീൽ ചെയ്യുന്ന സാഷേ ടിന്നല്ലായിരുന്നു. ഷേക്ക് മേറ്റും ഫോർമുല 1 ഒക്കെ നമുക്ക് ഫോർമുല 1 ടിന്നിലായിരുന്നു. പക്ഷെ ഷേക്ക് മേറ്റ് ഒരു സാഷേ പൗച്ചിൽ, യെസ് താങ്ക് യു, പൗച്ചിലാണ്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലാണ് ഞാനും ജോയിൻ ചെയ്തത്. പക്ഷെ അതിനു മുന്നേ ഒരു കാലഘട്ടത്തിൽ ഷേക്ക് മേറ്റ് കമ്പനി നമ്മൾക്ക് വേണ്ടി ഇറങ്ങുന്നതിന് മുന്നേ സ്കിംഡ് മിൽക്ക് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പുറത്ത് വേറെ കമ്പനീസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന സ്കിംഡ് മിൽക്ക്, ലോ കാലറി ലോ ഫാറ്റ് ഉള്ള സ്കിംഡ് മിൽക്ക് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. യെസ് താങ്ക് യു. അപ്പൊ അതിന് മുന്നേയുള്ള ആ സ്കിംഡ് മിൽക്കിന്റെ കാലഘട്ടത്തിൽ അതിനും അതിൻ്റെതായ ന്യൂനതകളൊക്കെ ഉണ്ട്. ബിക്കോസ് നമ്മളായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഏതൊക്കെയോ കമ്പനീസ് മാനുഫാക്ചർ ചെയ്യുന്ന സ്കിംഡ് മിൽക്ക് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഹെൽത്ത് റിസൾട്ട്സ് കിട്ടുന്നില്ല എന്നുള്ളൊരു
അവസ്ഥാവിശേഷം നോട്ടീസ് ചെയ്തിട്ടായിരിക്കണം കമ്പനി നമുക്ക് വേണ്ടി ഷെയ്ക്ക് മേറ്റ് എന്ന് പറയുന്ന ഷെയ്ക്കിന്റെ ഏറ്റവും വലിയ കമ്പാനിയൻ ആയിട്ടുള്ള ഷെയ്ക്ക് മേറ്റ്, അതായത് മിൽക്കിന് പകരം യൂസ് ചെയ്യുന്ന മിൽക്ക് പൗഡർ പോലെയുള്ള കസീൻ പ്രോട്ടീൻ ഒക്കെ അടങ്ങിയിട്ടുള്ള വേ പ്രോട്ടീനും ധാരാളം വേ പ്രോട്ടീനും ബാക്കി വളരെയധികം ന്യൂട്രിയൻസ്, വൈറ്റമിൻ ഡി, കാൽഷ്യം അതുപോലെയുള്ള ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ലോ കാലറി സ്വീറ്റ്നർ ആയിട്ടുള്ള സ്റ്റെവിയ അല്ലെങ്കിൽ മധുര തുളസിയാണ് അതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. 0 കാലറി സ്വീറ്റ്നർ ആയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഒരു 0 കാലറി സ്വീറ്റ്നർ ആയിട്ടുള്ള ഷെയ്ക്ക് മേറ്റ് നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തു. അപ്പൊ അന്നേരം ഒരു 200 ഇപ്പൊ ഇതിനകത്ത് 220 എന്ന് കാണിച്ചിരിക്കുന്നത്, പക്ഷെ നമ്മുടെ കോച്ചസ് പറയുന്നത് 220 മുതൽ 250 വരെ കാലറി ഉള്ള ഒരു ഷേക്കാണ് നമ്മൾ മോർണിംഗിൽ കൺസ്യൂം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ക്വാളിറ്റീസ് പറയുകയാണെങ്കിൽ ഒരു ദിവസം പറഞ്ഞാലും തീരില്ല. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്നൊരു ഔട്ട്ലൈൻ പോലെയാണ് ജസ്റ്റ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. മാങ്ങയിൽ അടങ്ങിയിരിക്കുന്നതിനേക്കാളും വൈറ്റമിൻ എയും, ബനാനയിൽ അല്ലെ വാഴപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്നതിനേക്കാളും വൈറ്റമിൻ സിയും, ചിക്കനിൽ അടങ്ങിയിരിക്കുന്നതിനേക്കാളും പ്രോട്ടീനും, ബ്രൊക്കോളിയിൽ അടങ്ങിയിരിക്കുന്നതിനേക്കാളും ഫൈബർ, യോഗട്ട്, ബീൻസ് ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്ന അയണും കാൽഷ്യവും മറ്റു ഇതിനേക്കാളെല്ലാം ഉപരിയായിട്ട് നമ്മൾ അതിന്റെ ലേബിള്, സൈഡ് ലേബിള് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം നമ്മൾ ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ട് പോലും ഇല്ലാത്ത വളരെ നൂതനമായിട്ട് സയൻസ് പഠിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാവുന്ന മാത്രം വിധത്തിലുള്ള കുറെ അധികം ഫൈറ്റോ ന്യൂട്രിയൻസ് എല്ലാം ആഡ് ചെയ്തിട്ടുള്ള ഒരു ഫോർമുല 1 ന്യൂട്രീഷൻ ഷേക്കാണ് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന രീതിയിൽ കൺസ്യൂം ചെയ്യുന്നത്. ആ ഒരു സവിശേഷത തന്നെയാണ് നമ്മളെ ഹെൽത്തിലേക്ക് കൊണ്ടുവരുന്നത്. ബിക്കോസ് ജസ്റ്റ് വെയിറ്റ് ലോസ് ചെയ്യുന്നു, നമ്മൾ കാലോറി ബാലൻസ് ചെയ്യുന്നു, വെയിറ്റ് ലോസ് ചെയ്യുന്നു, അങ്ങനെയല്ല. ഇതിൽ നമ്മൾ അവസാനം നമ്മൾ ഒരു മെഡിക്കൽ ക്ലെയിം ആയിട്ട് ആരും കൺസിഡർ ചെയ്യരുത്. എങ്കിൽ പോലും നമ്മൾക്ക് എൻഡ് ഓഫ് ദ സെഷനിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കറിയാം പലർക്കും കുറെ അധികം ഹെൽത്ത് ബെനിഫിറ്റ്സോടെയാണ് നമ്മൾ പുറത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പ്രോഗ്രാം എൻഡ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്നൊക്കെ പല സെഷൻസിൽ പല സീനിയർ കോച്ചസ് നമ്മളോട് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. എന്നാൽ അതിന്റെ ഒരു നട്ട്ഷെല്ലും ഞാൻ ഇന്നിവിടെ ജസ്റ്റ് ഒന്ന് സംസാരിക്കാം. അപ്പോൾ ഈ കാലറി മാനേജ്മെന്റ്, അപ്പൊ ഒരു ദിവസം ഒരു ശരാശരി മനുഷ്യന്റെ കാലറി കണക്കാക്കുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഏകദേശ കണക്കാണ് ഞാൻ പറയുന്നത്. ഒരു പുരുഷനെ സംബന്ധിച്ചും ഒരു സ്ത്രീയെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഒരു പ്രഗ്നന്റ് ലേഡി അല്ലെങ്കിൽ ഒരു ലാക്ടേറ്റിംഗ് മദർ അല്ലെങ്കിൽ ഒരു ഏജ്ഡ് ആയിട്ടുള്ള ആളെ സംബന്ധിച്ചൊക്കെ ഇത് വ്യത്യസ്തങ്ങളാണെങ്കിൽ പോലും ഒരു എല്ലാത്തിന്റെയും കൂടി ഒരു ആകെ മൊത്തം ടോട്ടൽ ഒരു ശരാശരി കണക്ക് പറയുമ്പോൾ നമ്മൾ അതിനെ നമ്മുടെ ഇതിന് തൊട്ട് മുന്നേ ഉള്ള സ്ലൈഡ് എടുക്കണമേ. നമ്മുടെ ശരാശരി ഇത് പറയുമ്പോഴേക്കും നമ്മൾ അതിനകത്ത് നമ്മുടെ വെയിറ്റ്, നമ്മുടെ ശരീരഭാരം ഇൻറ്റു 24, ഒരു ദിവസം 24 മണിക്കൂറാണ് നമ്മൾക്ക് വേണ്ടി നിജപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ വെയിറ്റ് ഇൻറ്റു 24 ചെയ്താൽ നമുക്കൊരു സംഖ്യ കിട്ടും. എല്ലാവരും ജസ്റ്റ് ഒന്ന് നമുക്ക് വെറുതെ ഇതൊരു ഏകദേശ കണക്കാണ്, എക്സാക്ട് വാല്യൂ അല്ല ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള ആ ഒരു സംഖ്യ നമ്മളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള ആ ഒരു സംഖ്യ ഇപ്പൊ ഒരു മിനിറ്റ്, ആ ഒരു ഇപ്പൊ 68 ആണെങ്കിൽ 68 കിലോ ഉള്ള ഒരാളാണെങ്കിൽ 68 ഇൻറ്റു 24 മണിക്കൂർ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ആ കാണുന്ന കാലറി വാല്യൂ അതാണ് നമ്മുടെ ഒരു ആ വ്യക്തിയെ സംബന്ധിച്ച് മറ്റു ജോലികളൊന്നും ചെയ്തിട്ടില്ല, വെറുതെ ഇങ്ങനെ ശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ അനങ്ങാതെ ഇരിക്കുന്നുണ്ട്, ടി വി ഒക്കെ കണ്ടിട്ട് അനങ്ങാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് അന്നത്തേക്ക് വേണ്ട ഊർജ്ജമാണ് ആ നമുക്ക് കിട്ടുന്ന വാല്യൂ, ആ കാലറി എന്ന് പറയുന്ന വാല്യൂ. അപ്പൊ അത്രയും കാലറി നമ്മൾ അകത്തേക്ക് കഴിക്കുകയാണെങ്കിൽ നമ്മളുടെ വെയിറ്റ് അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും. അതേസമയം നമ്മൾ ആ കഴിക്കുന്ന കാലറിയിൽ നിന്ന് അതിലെ കൂടുതൽ കാലറി, ഇപ്പൊ ഒരു 1600 കാലറി വേണ്ട ഒരാള് 2000 കാലറിയാണ് ഡെയിലി കഴിക്കുന്നതെങ്കിൽ അതനുസരിച്ച് നമുക്ക് വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മളുടെ പ്രോഗ്രാമിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാലറി ഡെഫിസിറ്റ് ആണ് വരുന്നത്. അപ്പൊ കാലറി ഡെഫിസിറ്റ് വരുത്തിയിട്ട് ഇപ്പൊ ഒരു 1600 കാലറി ഡെയിലി വേണ്ട ഒരാൾക്ക് നമ്മൾ ഡെയിലി നമ്മുടെ ന്യൂട്രീഷൻ ഫുഡും ഉച്ചയ്ക്കുള്ള ലഞ്ചും ഒക്കെ ചേർന്ന് നമ്മൾ 1000 കാലോറിയിൽ നിജപ്പെടുത്തുകയാണെങ്കിൽ അവിടെ ഒരു 600 കാലറിയുടെ അല്ലെങ്കിൽ ഒരു അത്രയും കാലറിയുടെ ഒരു ഡെഫിസിറ്റ് അവിടെ കിടക്കും. അപ്പൊ ഇതല്ല കേട്ടോ മാം, ഇത് ലാസ്റ്റ് എനിക്ക് ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളതാണ്. ഇതിന് മുന്നേ ഒരു സ്ലൈഡ് ഉണ്ട്, അത് ഒന്ന് കാണിച്ചാലും മാത്രമേ നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ ഷെയ്ക്ക് കഴിഞ്ഞിട്ട് നമുക്കറിയാം, ഷെയ്ക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ജസ്റ്റ് ഒരു പിക്ചർ ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള നമ്മുടെ ക്ലെൻസർ, ആലോ ഡ്രിങ്ക്, പിന്നെ നമ്മുടെ എനർജി മെറ്റബോളിസം ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഫ്രഷ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഷെയ്ക്കിനൊപ്പം തന്നെ രാവിലെ മിക്കവാറും എല്ലാവരും അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അതായത് ഈ ആലോ ഡ്രിങ്ക് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെയൊക്കെ നന്നായിട്ടൊന്ന് എൻഹാൻസ് ചെയ്ത് കൊടുക്കുന്നതാണ് ആലോ ഡ്രിങ്ക്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും സ്കിൻ ഡിസീസ് ഉള്ളവരോ അല്ലെങ്കിൽ ഡൈജഷൻ പ്രോബ്ലം ഉള്ളവർ മാത്രമേ ആലോ ഡ്രിങ്ക് കഴിക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. എല്ലാവർക്കും, കുഞ്ഞു കുട്ടികൾക്ക് വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ ആലോവേര അല്ലെ കറ്റാർവാഴയുടെ ഗുണങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അതിനുവേണ്ടി കമ്പനി നമുക്ക് തയ്യാറാക്കി തന്നിരിക്കുന്ന ഡൈജഷനെയൊക്കെ ഇംപ്രൂവ് ചെയ്യുന്ന ഒരു ക്ലെൻസിങ്, അതുപോലെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ്, കട്ടിനെയൊക്കെ ഒന്ന് നന്നാക്കി അതായത് നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയെ നന്നാക്കി നിർത്തുന്ന ഒരു ഡ്രിങ്ക് ആണ് ആലോ ഡ്രിങ്ക്. അത് 1.5 മൂടി, അതിന്റെ അടപ്പ് തന്നെയാണ് അതിന്റെ, അല്ലെങ്കിൽ മൂടി തന്നെയാണ് അതിന്റെ അളവ്. അതൊരു 1.5 മൂടി എടുത്തിട്ട് ഒരു 120 ml വാട്ടറിൽ
ഡിസോൾവ് ചെയ്തിട്ട് നമുക്ക് നേരെ തണുപ്പുള്ള വെള്ളത്തിൽ നമുക്ക് കലക്കി കുടിക്കാം രാവിലെ തന്നെ, ഏർലി മോർണിംഗ്. എപ്പോ വേണമെങ്കിലും കുടിക്കാം കേട്ടോ, ഞാൻ ജസ്റ്റ് സജഷൻ പറഞ്ഞെന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്രഷ് എനർജി ഡ്രിങ്ക് നമുക്കറിയാം. ഫ്രഷ് എനർജി ഡ്രിങ്കിന്റെ പ്രോപ്പർട്ടീസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മുടെ സീനിയർ കോച്ചസ് പറഞ്ഞു തന്നിട്ടുണ്ട്. കൂടുതൽ അതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. നമ്മുടെ ഓക്സിജൻ ലെവലൊക്കെ ഇൻക്രീസ് ചെയ്ത് മെറ്റബോളിക് റേറ്റ് ഹൈ ആക്കി നിർത്താനുള്ള ഗ്രീൻ ടീ തന്നെയാണ്, അത് മറ്റൊന്നുമല്ല, ഗ്രീൻ ടീ ആണ്. ഓക്കെ, പിന്നെ നമ്മുടെ ന്യൂട്രീഷൻ ഷേക്ക്. അപ്പൊ നമ്മൾ ഇന്നൊക്കെ നമ്മുടെ ന്യൂട്രീഷൻ ഷേക്കിന്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു, ലോ കാലോറിയാണ്. അപ്പൊ ന്യൂട്രീഷൻ ഷേക്കിൽ പറയത്തക്ക സ്റ്റാർച്ച് അടങ്ങിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സോ അങ്ങനെയുള്ളതൊന്നും തന്നെയില്ല. അതുപോലെ തന്നെ ഓയിൽ കണ്ടന്റ് അടങ്ങിയ കണ്ടന്റ്സും ന്യൂട്രീഷൻ ഷേക്കിൽ ആസ് സച്ച് ഓയിലും ഇതും കാർബോഹൈഡ്രേറ്റും വളരെയധികം കുറവാണ്. ബിക്കോസ് നമ്മൾ നോർമലി നമ്മുടെ വീട്ടിൽ നമ്മൾ സാധാരണ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ്, ഇഡ്ഡലി, ദോശ, പുട്ട്, അപ്പം, കടല എന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കാർബോഹൈഡ്രേറ്റ് റിച്ച് ആണ്. പ്രോട്ടീന്റെ അളവ് വളരെ കുറവും കാർബോഹൈഡ്രേറ്റ് റിച്ചും. പിന്നെ നമ്മൾ എണ്ണ ഉപയോഗിച്ച് കറികളൊക്കെ പാചകം ചെയ്യുമ്പോൾ അത്യാവശ്യം ഓയിലും അതിനകത്ത് കടന്നു പോകുന്നുണ്ട്. അപ്പൊ ഇത്രയും കാലവും നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റും ഓയിലും റിച്ച് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മൾ കഴിച്ച് അതൊന്നും തെറ്റാണെന്നല്ല പറഞ്ഞത്, കഴിക്കുന്നതെന്ന് ഒരു തെറ്റല്ല. പക്ഷെ അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ ഒട്ടും മെയ് അനങ്ങാതെയുള്ള ജോലികളായിരുന്നു. അപ്പൊ നമ്മള് കമ്പ്യൂട്ടറിന്റെ മുന്നിലും അല്ലെങ്കിൽ ഫയൽ വർക്ക് ചെയ്യുന്ന ഒരു ഫയൽ വർക്കും, അല്ലെങ്കിൽ വീട്ടുജോലി ചെയ്യുന്ന വീട്ടമ്മയ്ക്ക് പോലും വളരെ ലളിതമായിട്ട് അരക്കേണ്ട, പൊടിക്കേണ്ട, അലക്കണ്ട എല്ലാം യന്ത്രങ്ങൾ ചെയ്തു തരും ഇപ്പൊ, അല്ലെ? ഇപ്പൊ അടിച്ചു വാരി തൂക്കം കൂടെ വേണ്ട, റോബോട്ട് അടിച്ചു വരുന്ന റോബോട്ടിക് ആയിട്ടുള്ള ക്ലീനിങ് ഒരു സംവിധാനം, അതിന്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ, അതുപോലും ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഒട്ടും നമ്മൾ അധ്വാനിക്കാത്ത വിധത്തിലേക്കാണ് നമ്മുടെ ലൈഫ് പോയതിന്റെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പണ്ടത്തെ ഒരു നമ്മുടെയും പാരന്റ്സിന് മുന്നേ ഉള്ള ഒരു ജനറേഷനെ അപേക്ഷിച്ച് നമ്മൾ ഇത്രയും ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് പോയത് കൊണ്ടാണ് നമ്മളുടെ നാട്ടില്, അല്ല നമ്മൾ ഉൾപ്പെടെ ഇപ്പൊ ഈ ടീമിൽ വന്നിരിക്കുന്ന ഭൂരിഭാഗം 90% ആൾക്കാർ ഉൾപ്പെടെ എല്ലാവരും ഈ പറയുന്ന ഒബീസിറ്റിയിലേക്ക് പോയത്. അതായത് ആ കാലറി 1600 കാലറി വേണ്ട ഒരു വ്യക്തിയാണ് 2000 കാലറി കഴിച്ച് അങ്ങനെ. അപ്പൊ നമ്മളുടെ ആ കാലറിയുടെ കണക്കിനെ കുറിച്ചാണ് അടുത്ത സ്ലൈഡ്സിൽ നമ്മൾ പറയുന്നത്. ഒരു ഏകദേശ കണക്ക് പറഞ്ഞാൽ ഒരു കിലോഗ്രാം വെയിറ്റ് നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറയണമെങ്കിൽ 8000, ഇത് ഞാൻ പറയാം കേട്ടോ, അതിനു മുന്നേ 8000 കിലോ കാലറീസ് ഓഫ് എനർജി അല്ലെങ്കിൽ ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉരുകി പോകേണ്ടതല്ലേ. 8000 എന്നുള്ള അതിലും കുറച്ചും കൂടെ താഴെ ഒരു വാല്യൂ ആണ് നമ്മുടെ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന സ്ലൈഡ്സിൽ. അപ്പൊ നേരത്തെ കണ്ട സ്ലൈഡില് നമ്മളുടെ കഴിക്കുന്ന നിത്യേനയുള്ള ആഹാരത്തിൽ അടങ്ങിയിട്ടുള്ള കാലറിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് കാർബോഹൈഡ്രേറ്റ്സിലും ഫാറ്റ്സിലും പ്രോട്ടീനിലും ഒക്കെ അടങ്ങിയിട്ടുള്ള കാലറി. അതായത് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഏകദേശം 1 ഗ്രാമിലാട്ടോ പറയുന്നത്. 1 ഗ്രാം കഴിക്കുമ്പോൾ 4 കിലോ കാലറി ഓഫ് ഊർജ്ജമാണ് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത്. അതേസമയം ഫാറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഓയിൽ അടങ്ങിയ ഫാറ്റ് അടങ്ങിയ സാധനങ്ങളാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ വെറും 1 ഗ്രാമില് 9 കിലോ കാലറിയോളം ഓയിൽ വരും. അതായത് 1 കിലോ വെളിച്ചെണ്ണ അല്ലെങ്കിൽ 1 കിലോ ബട്ടർ അതുപോലെയുള്ള സാധനങ്ങൾ കഴിക്കുമ്പോഴേക്കും 9000 കിലോ കാലറിയാണ് നമ്മുടെ ശരീരത്തേക്ക് ഒറ്റയടിക്ക് എത്തുന്നത്. 1 കിലോ ഒന്നും ആരും കഴിക്കില്ല, ഞാനൊരു ഏകദേശം കറക്ക് പറഞ്ഞതാണ്. അപ്പൊ അതുപോലെ തന്നെ ആൽക്കഹോൾ, ഇപ്പൊ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരുടെ ഒരു വിചാരം ആൽക്കഹോൾ വെച്ച് എല്ലാം ഇരിഞ്ഞു പോകുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല, ആൽക്കഹോളിനകത്തും കാലറി ഉണ്ട്. അപ്പൊ 7 കിലോ കാലറി, അതായത് പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും കഴിക്കുന്നതിനേക്കാളും കൂടുതൽ കാലറിയാണ് ആൽക്കഹോളിൽ അടങ്ങി. ഇപ്പൊ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ അസോസിയേറ്റ് അക്കാഡമിക്ക് നമുക്ക് ഒരു വളരെയധികം വാല്യുബിൾ ആയിട്ടുള്ള ഒരു സെഷൻ ഉണ്ടായിരുന്നു. അപ്പൊ എഡിസൺ ഫ്രാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാറിന്റെ, അദ്ദേഹം മോട്ടിവേഷണൽ ട്രെയിനറും മറ്റു പ്രോഗ്രാമിന്റെ ബിസിനസ് ആസ്പെക്ട്സിനെ കുറിച്ച് സംസാരിക്കാനാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ്, നമ്മളുടെ കരളിന് 200-ലധികം രാസതന്മാത്രകളെ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. എൻസൈംസ്, ഹോർമോൺസ്, മറ്റു ശരീരത്തിന് വേണ്ട പ്രോട്ടീൻസ്, ഇതെല്ലാം ചേർന്ന് ഒരു 200-ലധികം മോളിക്യൂൾസിനെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള അവയവമാണ് നമ്മുടെ കരള്. ഈ ഡെയിലി ബേസിസിൽ ഈ കരളിനെയാണ് നമ്മൾ ഈ ആൽക്കഹോളൊക്കെ കൊടുത്തിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ ആൽക്കഹോൾ കൺസംഷന് പോകുന്ന ആൾക്കാർ. അപ്പൊ അത് അറിയാതെ അല്ല, പക്ഷെ എങ്കിലും അഡിക്റ്റഡ് ആയിട്ട് അതിന് പോകുന്നുണ്ട് ആൾക്കാർ. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സ്ലൈഡ് ഒന്ന് കാണിക്കാമോ? അപ്പോൾ 1 ഗ്രാം ഡയറ്ററി കാലറി എന്ന് പറയുന്നത്, 1 ഗ്രാം ഡയറ്ററി ഫാറ്റ് എന്ന് പറയുന്നത്, ഞാൻ ഇപ്പൊ നേരത്തെ ഉള്ള സ്ലൈഡിൽ 1 ഗ്രാം ഫാറ്റ് ഇസ് ഈക്വൽ ടു 9 കിലോ കാലറീസ് ഓഫ് എനർജി എന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ ഒരു ഗ്രാമിന് 9 ആണെങ്കിൽ 1 കിലോയ്ക്ക് 9000 കാലറിയാണ്. 1 കിലോ ഫാറ്റിന് 9000 കാലറിയാണ്. അപ്പൊ 1 കിലോ വെളിച്ചെണ്ണ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 9000 കാലറീസ് അടങ്ങിയിട്ടുണ്ട്. 9000 കാലറീസ് ആണ് അതിന്റെ കണക്ക്. ഇനി നമ്മളുടെ എന്നാൽ നേരെ തിരിച്ച് നമ്മൾ ബോഡി ഫാറ്റിന് പറയുമ്പോൾ, ഇപ്പൊ നമ്മൾ 1 കിലോ
ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ നിന്ന് എരിയാൻ വേണ്ടി ഏകദേശം 8,000 കാലറി നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉരുകി മെൽറ്റ് ചെയ്ത് പോകണം എന്ന്, അല്ലെങ്കിൽ എരിഞ്ഞ് അടങ്ങി തീരണം എന്ന് നമ്മൾ പറയേണ്ടത്. ഏകദേശം 7,000 അല്ലെങ്കിൽ 7,700, കറക്റ്റ് ഒരു സയന്റിഫിക് ടേം പറഞ്ഞിരിക്കുന്നത് 7,700 ആണ്, ഏകദേശം 8,000-ന് അടുത്ത്. അതെന്തുകൊണ്ടാണ് ഈ ഒരു ഡിഫറൻസ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഒരു വെളിച്ചെണ്ണ അല്ലെങ്കിൽ ബട്ടർ നമ്മൾ ഒരു കിലോ എടുത്താൽ അതിനകത്ത് പ്യുവർ ഓയിൽ തന്നെയാണ്, അല്ലെങ്കിൽ പ്യുവർ ഫാറ്റ് തന്നെയാണ്. ബട്ടർ എന്ന് വെച്ചാൽ ബട്ടർ, എണ്ണയാണെങ്കിൽ അത് പ്യുവർ അത് തന്നെയാണ്. പക്ഷെ നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റിനകത്ത് അത് പ്യുവർ ഫോമിലല്ല, അതിനകത്ത് പല സാധനങ്ങളും മിക്സ് ഉണ്ട്. അതിനകത്ത് വാട്ടർ കണ്ടന്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, നമ്മുടെ എന്താണ് ശരീരത്തിന്റെ കോശങ്ങളുടെ ഭാഗങ്ങളുണ്ട്, ഇതെല്ലാം ചേർന്നിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ആ 1 കിലോ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അതിനകത്ത് വാട്ടറും പ്രോട്ടീനും മറ്റു ഘടകങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ 1 കിലോ എന്ന് പറയുന്നത് പ്യുവർ ഫാറ്റ് ആയിരിക്കില്ല. മറ്റു ശരീരത്തിന്റെ മറ്റു ഘടകങ്ങളും ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ 1 കിലോഗ്രാം ബോഡി ഫാറ്റ് നമുക്ക് 1 കിലോ നമ്മളുടെ വെയിറ്റ് കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നും 8,000 കാലറീസ് നമ്മൾക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ഈ കാലറീസും കിലോ കാലറീസും എന്നുള്ള ടേം ശരിക്കും കൺഫ്യൂസിങ് ആക്കേണ്ട കാര്യമില്ല. നമ്മൾ കിലോ കണക്കിന് പറയുമ്പോൾ കിലോ കാലറി എന്ന് പറയും, ഗ്രാം കണക്കിനാണെങ്കിൽ വെറും കാലറി എന്ന് പറയും. അപ്പൊ കിലോ 1000 കുഞ്ഞു ഒരു ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ഇട്ടാണ് അതിനെ വ്യത്യസ്തമാക്കുന്നത്. അപ്പൊ കിലോ കാലറിയുടെ ഇതിനെ നമ്മൾ ക്യാപിറ്റൽ സി ഇട്ടിട്ടും വെറുതെ കാലറി എന്ന് പറയുന്നത് 1000 സ്മോൾ കാലറി ഈക്വൽ ടു 1 കിലോ കാലറി, അങ്ങനെയാണ്. അപ്പൊ അതൊരു കൺഫ്യൂസിങ് സ്റ്റേറ്റ്മെന്റ് അല്ല. അത് ജസ്റ്റ് നമ്മൾ 1 കിലോഗ്രാം വെയിറ്റിൽ പറയുവാണെങ്കിൽ നമ്മൾ ആ കിലോഗ്രാം എന്നുള്ള കിലോ കാലറി എന്നുള്ള ഇതിലേക്ക് എടുത്താൽ മതി എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. അപ്പൊ നമ്മൾക്ക് എത്ര കാലറി വേണം, ഒരു മനുഷ്യന് എത്ര കാലറി ആണ് വേണ്ടത് ഒരു ദിവസം എന്നുള്ളത്. അപ്പൊ നമ്മൾ നേരത്തെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തു, നമ്മുടെ ബോഡി വെയിറ്റ് ഇൻറ്റു 24. ഇതൊരു ഏകദേശ കണക്കാണ്, പലർക്കും പല വ്യത്യസ്തമാണ്. അതിന്റെ കറക്റ്റ് ഇതൊന്നും പറയാനായിട്ട് അത്രയും ഞാൻ ഇവിടെ ഗ്യാദർ ചെയ്തിട്ടില്ല ഇൻഫർമേഷൻ, പക്ഷെ എന്നാലും ഒരു ഏകദേശ കണക്കാണ്. നമ്മുടെ ശരീരഭാരം ഇൻറ്റു 24 ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കാലറി, ആ കാലറിയാണ് നമ്മൾ വെറുതെ ഇരുന്നാൽ, അന്നത്തെ ദിവസം വെറുതെ ഇരിക്കുവാണെങ്കിൽ നമ്മൾക്ക് വേണ്ടുന്ന കാലറി. നമ്മുടെ ശരീരം പ്രവർത്തിക്കാൻ, നമ്മുടെ ഹാർട്ട് ഇടിക്കാൻ, നമുക്ക് സംസാരിക്കാൻ, കണ്ണ് ചിമ്മാൻ, നമുക്ക് എന്താണ് സംസാരിക്കാനൊക്കെ നമുക്ക് എനർജി വേണം. അതിന് വേണ്ടുന്ന ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയും, BMR, ബേസൽ മെറ്റബോളിക് റേറ്റ്. ആ ബേസൽ മെറ്റബോളിക് റേറ്റ് നമ്മുടെ ശരീരത്തിൽ ജീവനോടെ ഇരിക്കാൻ നമുക്ക് വേണ്ട എനർജി, ഇങ്ങനെ ഈ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസ് നമ്മുടെ ബോഡിയിൽ ഓട്ടോമാറ്റിക്കലി നടക്കുന്നത്, നമ്മൾ ചെയ്യുന്ന എക്സർസൈസും ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലാതെ ഉള്ള കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടുള്ള എനർജിയാണ് ഈ പറഞ്ഞ BMR അല്ലെങ്കിൽ ബേസൽ മെറ്റബോളിക് റേറ്റ്. അപ്പൊ ഏകദേശം നമ്മുടെ വെയിറ്റ് ഇൻറ്റു 24 ചെയ്താൽ അത് കിട്ടും. അപ്പോ ഒരു 1000 ഒരു സപ്പോസ് നമ്മുടെ വെയിറ്റ് അനുസരിച്ച് നമുക്ക് 1,600 അല്ലെങ്കിൽ 1,800 കാലറിയാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ ഒരു 1000 കാലറി മാത്രം ഊർജം നമ്മൾ ആഹാരമായിട്ട് നമ്മൾ അകത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ അവിടെ വരുന്ന കടം, അതായത് ഒരു 600 കാലറിയുടെ അല്ലെങ്കിൽ ഒരു 800 കാലറിയുടെ കടം നമ്മൾക്ക് അവിടെ വരും. അപ്പോ ശരീരം എന്ത് ചെയ്യും? ഇപ്പൊ ഇത്രയും നാള് നമ്മൾ ചെയ്യാതിരുന്ന ഒരു പ്രക്രിയയാണ് നമ്മളിപ്പോ ശരീരത്തിനെ കൊണ്ട് ചെയ്യിക്കുന്നത്. നമ്മൾ നമ്മുടെ 2 ടൈം ഷേക്ക് കുടിച്ചിട്ട് ഉച്ചയ്ക്ക് നല്ല ഒരു ഹൈ ന്യൂട്രീഷ്യസ് ആയിട്ട് ലോ കാലറി ആയിട്ടുള്ള ഒരു ലഞ്ച് നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്നത് ഒരു 1,600 1,800 കാലറി വേണ്ട സ്ഥാനത്ത് നമ്മൾ ഒരു 1000 കാലറി കൊടുക്കുന്നത്. അപ്പൊ അത് രാവിലത്തെ ഷേക്ക് ഒരു 250 കാലറി, വൈകുന്നേരം കഴിക്കുന്ന ഷേക്കിന് വീണ്ടും ഒരു 250 കാലറി, രണ്ടും കൂടി ഒരു 500 കാലറി ആവത്തുള്ളൂ. ഇനി ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കുന്ന ലഞ്ചും ഒരു 500 കാലറിയിൽ നിജപ്പെടുത്തി നിർത്തുകയാണെങ്കിൽ, 500 600 ഇനി 800 ആയാലും കുഴപ്പമില്ല, അത്രയും നിജപ്പെടുത്തി നിർത്തുകയാണെങ്കിൽ അവിടെ ഒരു കടം നമുക്ക് കിടക്കുന്നുണ്ട്, ഒരു കാലറി. അപ്പൊ ആ ഒരു കടം നികത്താൻ വേണ്ടി നമുക്ക് നമ്മുടെ ഈ ആക്ടിവിറ്റീസിന് നമുക്ക് ഊർജം വേണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫാറ്റിനെ ശരീരം ബേൺ ചെയ്തോളും. അപ്പൊ ഇത്രയും നാള് നമ്മൾ എന്തെല്ലാം ചെയ്താലും ഇതൊന്നും നമ്മുടെ ശരീരത്ത് സംഭവിക്കാതിരുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കടം അവിടെ വരുന്നുണ്ടായില്ല. നമ്മള് പണം സമ്പാദിക്കുന്നത് പോലെ തന്നെ ടാക്സ് അടയ്ക്കാതെ പണം സമ്പാദിച്ചു വെച്ചാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെ തന്നെ ഒരു നാൾ പിടിക്കപ്പെടും, അല്ലെ? ടാക്സ് അടയ്ക്കാത്ത പണമാണെങ്കിൽ ഒരു നാള് നമ്മൾ പിടിക്കപ്പെടും. അപ്പൊ ആ കൃത്യമായ എനർജി എക്സ്പെൻഡിച്ചർ നമ്മൾ ഡെയിലി ചെയ്യണം. അപ്പൊ 1 കിലോഗ്രാം ഫാറ്റ് എന്ന് പറയുന്നത് 7,700 കാലറി, അതായത് ഒരു 8,000 കാലറി ഒരു 8,000 തന്നെ എടുത്തുള്ളൂ. അപ്പൊ അത്രയും കാലറി നമ്മുടെ ശരീരത്തിൽ നിന്ന് ബേൺ ആവണമെങ്കിൽ 1 കിലോഗ്രാം നമ്മുടെ ഒരു കിലോ നമ്മളുടെ ശരീരത്തിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെടും. 7 ദിവസം നമ്മളുടെ ശരീരത്തിൽ നിന്ന് 1 കിലോ കുറയണമെങ്കിൽ നമ്മൾ 1,100 കാലറി നമ്മൾ ബേൺ ചെയ്യണം. 1,600 കാലറി നമ്മൾ ബേൺ ചെയ്യണം. അപ്പൊ നമ്മൾ ചുമ്മാ ഇരിക്കുമല്ലോ. അപ്പൊ നമ്മൾ ഇത് ചെയ്തിട്ട് നമ്മൾ മോർണിംഗ് ഹാലയുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ജോലിക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും നമ്മുടെ നേരത്തെ ഒരു ഫിറ്റ്നസ് കോച്ച് പറയാം, നമ്മളൊന്ന് സ്വിച്ച് ഇടാൻ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കതൊരു എക്സർസൈസ് ആണ്, നമ്മൾ ശരീരം ഒന്ന് അനക്കുന്നുണ്ട്.
ഇപ്പൊ എല്ലാവരും റിമോട്ട് എടുത്തിട്ടാണ് ഫാൻ ഓഫ് ആക്കുന്നതും TV ഒക്കെ. നമ്മൾ ആരും നടന്നു പോയിട്ടൊന്നും ചെയ്യില്ല ഇല്ലേ? അപ്പൊ അതൊക്കെ ഒന്ന് ഒഴിവാക്കി ഇച്ചിരിയൊക്കെ ഒന്ന് ശരീരമൊക്കെ ഒന്ന് അനങ്ങി ഇതൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ആ ഒരു 1800 കാലോറി വേണ്ട ഒരാള് രാവിലത്തെ ഷേക്കും ഉച്ചക്കത്തെ ലഞ്ചും വൈകുന്നേരത്തെ ഷേക്കും 1000 കലോറിയിൽ നിർത്തിയിട്ട് ബാക്കി ആക്ടിവിറ്റീസും കൂടി ആവുമ്പോഴേക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ 2000 1100 കാലോറി നമ്മുടെ ശരീരത്തിൽ നിന്ന് വേണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഡെയിലി ഒരു 1600 കാലോറി ബേൺ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 കിലോഗ്രാം ബോഡി വെയിറ്റ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ലൂസ് ആവുന്നുണ്ട്. അപ്പൊ ഫാറ്റ് ടു ഫിറ്റ് എന്ന് പറയുന്നത് ഇത് ഒരു മാജിക് അല്ല, ഇത് ഒരു മാജിക് അല്ല നടക്കുന്നത്, അതൊരു ശാസ്ത്രമാണ് നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊരു സയൻസ് ആണ്. ശരിക്കും നമ്മുടെ ബോഡിയിൽ നടക്കുന്നത് നമ്മൾ ആ ഒരു കാര്യം നമ്മൾ ഇത്രയും നാൾ അനുവദിച്ചില്ല, പക്ഷെ നമ്മൾ ഇത് അനുവദിച്ചു കൊടുത്തതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ അത് സയന്റിഫിക്കലി ആണ് നമ്മൾ നമ്മുടെ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പൊ ഇത്രയും നാളെ നമ്മുടെ വയറിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടിഞ്ഞിരുന്ന കൊഴുപ്പിനെ ബേൺ ചെയ്യാനായിട്ട് നമ്മൾ സഹായിക്കുന്നു. അതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കുള്ളത് മസില്. അത് ആ ഫാറ്റ് എല്ലാം കൺവേർട്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ മസിൽസും ഇൻക്രീസ് ആവേണ്ടതുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻസും സൈഡ് ബൈ നമ്മൾ സപ്ലിമെന്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ അതിനനുസരിച്ച് മസിൽ ഡെവലപ്മെന്റും നടക്കുകയുള്ളൂ. അപ്പൊ ചിലര് നമ്മുടെ പ്രോഗ്രാം ചെയ്യുമ്പോഴേക്കും പറഞ്ഞ പോലെ തന്നെ ഉച്ചയ്ക്കുള്ള ഡയറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്ത് പ്രോട്ടീനേഷ്യസ് ഒക്കെ ആയിട്ടുള്ള ഡയറ്റ് കൊടുത്തില്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ ഒരു മസിൽ വേസ്റ്റിംഗ് ഒക്കെ സംഭവിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ തന്നെ കോലംകെട്ട വെയിറ്റ് ലോസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് പോകാതെ നമ്മളുടെ മോർണിംഗ് ഷേക്കിലും ഈവനിങ് ഷേക്കിലും ആവശ്യത്തിന് പ്രോട്ടീൻ ഒക്കെ യൂസ് ചെയ്ത്, പിന്നെ ഓരോരുത്തർക്ക് ചിലർക്ക് പ്രോട്ടീൻ റെസ്ട്രിക്ഷൻ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ എന്തെങ്കിലും ഓൾറെഡി എന്തെങ്കിലും ലിവർ ഡാമേജ് ഉള്ള ആൾക്കാരോ ഓൾറെഡി കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉള്ള ആൾക്കാരൊക്കെ എന്തെങ്കിലും ഓൾറെഡി പ്രോബ്ലംസ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്നവർക്ക് കോച്ചസ് തൽക്കാലം ഒന്ന് പ്രോട്ടീൻ ഒന്ന് റെസ്ട്രിക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ആ ലിവറിനും കിഡ്നിക്കും ഒക്കെ അതിനൊന്ന് ഓവർലോഡ് കൊടുക്കാതിരിക്കാൻ വേണ്ടി അതൊന്ന് തിരിച്ച് അതിന്റെ ഹെൽത്ത് റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് റെസ്ട്രിക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും. ഫൈബർ ഷേക്ക് ആയിരിക്കും പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ആക്ടിവേറ്റഡ് ഫൈബർ ഇട്ടിട്ടുള്ള ഷേക്ക് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളവർ അതിനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. അല്ലാതെ വെറുതെ വെയിറ്റ് ലോസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇതുപോലെ പ്രോട്ടീൻ അടങ്ങിയ ഷേക്കും ഉച്ചയ്ക്ക് നല്ല പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള ഡയറ്റ് ഒക്കെ കഴിച്ചിട്ട് ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള ഡയറ്റും നമ്മൾ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ നമ്മളുടെ ഈ ഫാറ്റ് ബേൺ ചെയ്തതിന്റെ ഒപ്പം തന്നെയുള്ള മസിൽ ബിൽഡിംഗ് കൂടെ നടന്നാലേ നല്ലൊരു ഫൈൻ ആർക്കിടെക്ചറിൽ നല്ലൊരു ഭംഗിയുള്ള ഒരു വെയിറ്റ് ലോസ് ആയിട്ട് നമുക്ക് മാറാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നെക്സ്റ്റ് ഒരു സ്ലൈഡ് ഉണ്ട്, അതൊന്ന് കാണിക്കണേ മാം. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ ഇപ്പൊ ചില ആൾക്കാർ പറയും അവർ ഐഡിയൽ വെയിറ്റ് ആയി എന്ന് പറയും. ഐഡിയൽ വെയിറ്റ് ആയി, പക്ഷെ ഐഡിയൽ വെയിറ്റ് ആയാലും കണ്ടാൽ ചിലപ്പോൾ അവരെ കണ്ടാൽ ഒരു തടി കുറഞ്ഞതായിട്ട് ചിലപ്പോൾ തോന്നില്ല. വയറ് ചാടിയിട്ട് വയറുണ്ടാവും ഓൾറെഡി. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ ബോഡി ഷേപ്പിലൊന്നും എത്തിയിട്ടുണ്ടാവില്ല. അപ്പൊ അതിന്റെ റീസൺ എന്ന് പറയുന്നത് ബോഡി മസ്കുലർ നേച്ചറിലേക്ക് വന്നിട്ടുണ്ടാവില്ല. ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആൾക്കാർ നമ്മുടെ അവിടെ കാനഡ മെഷീൻ ഉണ്ട് കോച്ചസിന്റെ അടുത്ത്, അതിൽ കയറി നിന്നിട്ട് നമ്മുടെ ബോഡി ഫാറ്റ് പെർസെന്റേജും വിസറൽ ഫാറ്റും ഒക്കെ നോക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ മസിൽ പെർസെന്റേജും കൂടെ എത്രയാണെന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അപ്പൊ ഇത് കണ്ടില്ലേ, 1 പൗണ്ട് ഫാറ്റ് അല്ലെങ്കിൽ ഇത് 1 കിലോ എന്ന് എടുത്താൽ മതി. പൗണ്ട് എന്നൊക്കെ പറയുന്നത് US മെത്തേഡില് അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ്. ഇപ്പൊ 1 കിലോ ഫാറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും സ്പേസ് അത് ഒക്യുപ്പൈ ചെയ്യും. 1 കിലോഗ്രാം മസിൽ ആണെങ്കിൽ വളരെ കുറച്ച് സ്പേസ് മതി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വ്യക്തിയെ കാണുമ്പോഴേക്കും ഇപ്പൊ ചിലർ പറയും വെയിറ്റ് ഐഡിയൽ ആണ്, ഐഡിയൽ വെയിറ്റ് എത്തി, പക്ഷെ കണ്ടാലും വലിയ വെയിറ്റ് കുറഞ്ഞതായിട്ട് തോന്നില്ല. അപ്പൊ അത് ബോഡി മസ്കുലർ ആയോ എന്ന് കൂടെ നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് നമ്മുടെ ബോഡി കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഫാറ്റ് തന്നെയാണോ ഇപ്പോഴും അവിടെ ഇരിക്കുന്നത്, ആ ഫാറ്റ് ഒക്കെ എരിഞ്ഞ് മസിൽ ആയിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസ്കുലർ ആയിട്ടില്ല എങ്കിൽ ഈ ഫാറ്റി ആയിട്ടാണ് നമ്മുടെ ബോഡി ഇരിക്കുന്നതെങ്കിൽ തിരിച്ച് പെട്ടെന്ന് തന്നെ വെയിറ്റ് റീഗെയിൻ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എത്ര ഫുഡ് കൺട്രോൾ, ഷേക്ക് ഒക്കെ ചിലപ്പോൾ ചിലര് നമ്മുടെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് ഷേക്ക് ഒക്കെ നിർത്തിയിട്ട് നോർമൽ ഫുഡ് കഴിക്കുമ്പോഴേക്കും ബോഡി അത്ര മസ്കുലർ ആയിട്ടില്ല, ഇതുപോലെ തന്നെ ഫാറ്റി ആയിട്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ, അതായത് ആ ബോർഡർ ലൈനിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ തിരിച്ചു വീണ്ടും അതുകൊണ്ടാണ് പലരും കംപ്ലൈന്റ് ചെയ്യുന്നത് ഞാൻ കുറെ നാൾ വെയിറ്റ് കുറച്ചതാണ് പക്ഷെ അത് ഇനിയിപ്പോ അതിനേക്കാളും കൂടി എന്നൊക്കെ പറയുന്നതിന്റെ റീസൺ ഇതാണ്. അപ്പൊ നമ്മൾ ബോഡി മസ്കുലർ, ബിക്കോസ് നമ്മൾ നേരത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, മസിലാണ് ഏറ്റവും വലിയ മെറ്റബോളൈസിങ് ഓർഗൻ. അപ്പൊ മസ്കുലർ ആയിട്ടുള്ള ഒരു ബോഡി പാറ്റേണിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ കഴിക്കുന്നത് എന്തും പെട്ടെന്ന് തന്നെ എരിഞ്ഞു പോകും ഇല്ലെ. ഇപ്പൊ നമ്മൾ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്, അവര് ജിമ്മന്മാര് ഓൾറെഡി അവര് ഫിറ്റ്നസ്സിലുള്ള ആൾക്കാര് ഒരു 5-6 മുട്ടയും 1 ലിറ്റർ പാലൊക്കെ ആയിരിക്കും ഒരു ദിവസം കഴിക്കുന്നത്.
ഇപ്പൊ സാധാരണഗതിയിൽ അതേ വെയിറ്റ് ഉള്ള ശരാശരി മസ്കുലർ അല്ലാത്ത ബോഡി ഉള്ള ഒരാൾ അത്രയും സാധനങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എരിയത്തില്ല. മെറ്റബോളിക് റേറ്റ് കുറവാണ്. ഈ പറഞ്ഞ BMR ഒക്കെ കുറവായിരിക്കും. അപ്പൊ എന്ത് പറ്റും എന്ന് പറഞ്ഞാല് അത് ഫാറ്റ് ആയിട്ടും പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഫാറ്റും ഒക്കെ കഴിച്ചതെല്ലാം നമ്മുടെ ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റ് ഒന്നും സൂക്ഷിക്കാൻ സ്ഥലമില്ല. ആകെ 1% മാത്രം കാർബോഹൈഡ്രേറ്റ് സൂക്ഷിക്കുള്ളൂ ശരീരത്തിൽ. ഇപ്പോഴും ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞിട്ട് ലിവറിലും മസിലിലും ഒക്കെ കുറച്ച് ഗ്ലൈക്കോജൻ സ്റ്റോർ ചെയ്യും. ബാക്കി എല്ലാം ശരീരം കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ നമ്മൾ കഴിക്കുന്ന ആഹാരം വീണ്ടും പൊടുന്നതിനെ തന്നെ ശരീരം ഫാറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യും. അതേസമയം മസ്കുലർ ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കഴിച്ചാലും അത് അങ്ങ് ഇരിഞ്ഞു പൊക്കോളും. അപ്പൊ നമുക്ക് എല്ലാവരുടെയും ഒരു ആഗ്രഹം നന്നായിട്ടൊക്കെ ആഹാരം കഴിച്ച് കിട്ടുന്നത് എന്തും അല്ലെങ്കിൽ ഇഷ്ടമുള്ളത് എന്തും തിരിച്ചു കഴിക്കാത്തതെല്ലാം കഴിക്കണം എന്നൊക്കെ തന്നെയാണല്ലേ. അപ്പൊ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ഒക്കെ നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടി നമ്മൾ ഒരു കുറ്റബോധത്തോടെയൊക്കെ ആയിരിക്കും ഒരു ബിരിയാണിയൊക്കെ കഴിക്കുന്നത്. പക്ഷെ ഈ ഐഡിയൽ വെയിറ്റിൽ എത്തി ആ ഐഡിയൽ മസ്കുലർ പാറ്റേണും കൂടി എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് വാട്ടർ ഇൻടേക്ക് ഒക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിലും ബിരിയാണിയൊക്കെ കഴിച്ചാലും പെട്ടെന്നൊന്നും വെയിറ്റ് കൂടില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ ഷെയ്ക്ക് ഇപ്പൊ ചിലര് ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് ജോയിൻ ചെയ്ത ആൾക്കാർക്ക് അറിയില്ല, ചിലപ്പോൾ ഷെയ്ക്കും ഫ്രഷും മാത്രമായിരിക്കും കോച്ചസ് നൽകിയിട്ടുണ്ടാവുക. പക്ഷെ അപ്പോഴും വെയിറ്റ് സ്റ്റക്ക് ആണെന്നൊക്കെ പറയും. അതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബോഡിയിൽ നമുക്കറിയാം, നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ ന്യൂട്രീഷൻ ഷെയ്ക്ക് കഴിക്കുമ്പോൾ അതിനകത്ത് നമ്മൾക്ക് വളരെയധികം റിപ്പയർ നടക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റെം സെൽ റിപ്പയർ എന്നാണ് അതിന് പറയുന്നത്. ആ ഓൾറെഡി നമ്മുടെ മൃതകോശങ്ങളൊക്കെ ഡാമേജ് കോശങ്ങളൊക്കെ റിമൂവ് ചെയ്ത് ധാരാളം സ്കിൻ ഉൾപ്പെടെ എല്ലാ കോശങ്ങളിലും റിപ്പയർ നടക്കുന്നുണ്ട്. അപ്പൊ ഈ റിപ്പയർ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ധാരാളം വൈറ്റമിൻസും മിനറൽസും ഫൈബറും പ്രോട്ടീനും എല്ലാം, ഫൈറ്റോ ന്യൂട്രിയൻസ് എസ്പെഷ്യലി, അതെല്ലാം നമുക്ക് ധാരാളമായിട്ട് ആവശ്യമുണ്ട്. അപ്പൊ ഈ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ കഴിക്കുമ്പോഴേക്കും ഈ നമ്മളുടെ റിപ്പയറും ഓട്ടോമാറ്റിക്കലി നടന്നു പോകുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മളുടെ കമ്പനി നമ്മൾക്ക് ഷെയ്ക്കിനേക്കാളും ഉപരിയായിട്ട് അഡീഷണൽ ആയിട്ട് ധാരാളം സപ്ലിമെന്റ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സപ്ലിമെന്റ്സ് മൾട്ടിവിറ്റാമിൻ, മിനറല്, അതുപോലെ തന്നെ omega-3 ഫാറ്റി ആസിഡ്സ്, അതുപോലെ കാൽഷ്യം ഉണ്ട്. അങ്ങനെ ഓരോ സപ്ലിമെന്റ്സും നമ്മൾക്ക് ധാരാളം പ്രോഡക്ട്സ് ഇപ്പൊ ആദ്യമുള്ള കാലഘട്ടങ്ങളിലുള്ള കോച്ചസ് ഉള്ളത് പോലെയുള്ള ഇപ്പൊ ഈ 2025 ആയപ്പോഴേക്കും കമ്പനി ധാരാളം പ്രോഡക്ട്സ്, ഇനിയും കുറെ പ്രോഡക്ട്സ് ഇനിയും ഇറങ്ങാനുണ്ട്. അപ്പം അത്രയും ധാരാളം പ്രോഡക്ട്സ് നമുക്ക് വേണ്ടി അവൈലബിൾ ആക്കി തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കോച്ചസിനോട് ഡിസ്കസ് ചെയ്തിട്ട് ഇനി അഡീഷണൽ ആയിട്ട് എനിക്ക് എന്താണ് വേണ്ടതെന്ന് അങ്ങോട്ട് ചോദിക്കണം. ഇപ്പൊ കോച്ച് ചിലപ്പോൾ അത് ശ്രദ്ധിക്കില്ല. നമ്മളുടെ ഇപ്പൊ വെയിറ്റ് ഒക്കെ സ്റ്റക്ക് ആകുമ്പോഴേക്കും എല്ലാവരും വന്നിട്ട് കോച്ചിനോടാണ് ചോദിക്കുന്നത്, അതെന്താണ് കോച്ച് എന്റെ വെയിറ്റ് സ്റ്റക്ക് ആണല്ലോ എന്ന്. അപ്പൊ കോച്ച് ആലോചിക്കും, ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ. അപ്പൊ അപ്പൊ നമ്മള് ഇല്ലേ, അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അതെന്താണെന്ന് വെച്ചാല് പ്രോഗ്രാം ചെയ്യുന്ന ആൾക്ക് അറിയില്ല ശരിക്കും പറഞ്ഞാൽ എന്താണ് ശരീരത്തിൽ സംഭവിക്കുന്നത്. അപ്പൊ നമ്മള് കോച്ചുമായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേഷനിൽ ഇരിക്കണം. അപ്പൊ അല്ലാതെ പുറത്തുനിന്നുള്ള കോച്ചിങ് നമ്മൾ ഒരിക്കലും എടുക്കരുത്. പുറത്ത് സോഷ്യൽ മീഡിയയിലും ഒരു ഷെയ്ക്ക് പോലും അല്ലെങ്കിൽ ഒരു അഫ്രഷ് പോലും കുടിച്ചിട്ടില്ലാത്ത ഒരാള് പറയുന്ന ഉപദേശങ്ങൾ കേൾക്കാൻ പോയാൽ നമ്മുടെ പ്രോഗ്രാം കൂട്ടിക്കെട്ടേണ്ടി വരും. നമ്മൾക്കാണ് ഹെൽത്ത് റിസൾട്ട് കിട്ടാതാവുക. അപ്പൊ നമ്മൾക്ക് ഹെൽത്ത് റിസൾട്ട് കിട്ടണമെങ്കിൽ കോച്ചിന്റെ കൈ മുറുകെ പിടിച്ചുകൊണ്ട് എന്തായാലും കോച്ച് റിസൾട്ട് എടുത്തിട്ടുള്ള ഒരാളായിരിക്കുമല്ലോ. അപ്പൊ ആ റിസൾട്ട് ഇപ്പൊ ഞാൻ എന്റെ കോച്ചസിനെയാണ് എക്സാമ്പിൾ ആക്കുന്നത്. അപ്പൊ അവർക്ക് റിസൾട്ട് കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും അവർ പോയ വഴി കൂടെ പോയാൽ എനിക്കും റിസൾട്ട് കിട്ടും എന്നൊരു വിശ്വാസത്തിൽ പോയത് കൊണ്ടാണ് ഞാനും ഫൈനൽ റിസൾട്ട് എടുക്കുന്നത്. ബിക്കോസ് ഞാനൊന്ന് പറഞ്ഞ പോലെ എനിക്ക് ഉദ്ദേശിച്ച റിസൾട്ട് ഹസ്ബൻഡിനെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം 10 കിലോഗ്രാം 1.5 മാസം കൊണ്ട് കുറച്ചെങ്കിൽ എനിക്ക് 3 മാസം എടുത്തു 10 കിലോഗ്രാം കുറയ്ക്കാനായിട്ട്. അപ്പൊ തന്നെ നമുക്ക് ആകെ ഒന്ന് ഡള്ളായി. ബിക്കോസ് നമ്മൾ സയന്റിഫിക്കലി നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മൾ മനസ്സിലാക്കുന്നില്ല. പിന്നീട് അതിനെക്കുറിച്ച് നമ്മൾ കോച്ചസ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് നമ്മൾ ഓരോ എഡ്യൂക്കേഷൻ സെഷനിലും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് സയന്റിഫിക്കലി മനസ്സിലാക്കി വന്നപ്പോഴാണ് ഇത് ഞാനൊരു ലേഡിയാണ്, അപ്പൊ എനിക്ക് അതനുസരിച്ച് ഫാറ്റ് അക്യുമുലേഷൻ കൂടുതലാണ്, അപ്പൊ എനിക്ക് ജെൻസിന്റെ പോലെ എനിക്ക് മെറ്റബോളിക് റേറ്റ് ഇല്ല. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയാണ് നമ്മൾ വെയിറ്റ് ലോസ് നമ്മൾ ഫൈനലി അക്കംപ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ ടൈമിംഗ് ഒക്കെ തെറ്റായിരുന്നു. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെയാണ് ഷേക്ക് കുടിച്ചുകൊണ്ടിരുന്നത്. ഇഷ്ടമുള്ള സമയത്ത് ഷേക്ക് കുടിക്കും, ഇഷ്ടമുള്ള സമയത്ത് ലഞ്ച് കഴിക്കും, വാട്ടർ ഇൻടേക്ക് ഒക്കെ തെറ്റായിരുന്നു. ഇതൊക്കെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ്. അപ്പൊ ഇതൊക്കെ കറക്റ്റ് ചെയ്തതിന്റെ എല്ലാം ബേസിസിലാണ് നമ്മൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത്. അല്ലെങ്കിൽ ഞാൻ ജോയിൻ ചെയ്തിട്ട് ഞാൻ നിർത്തുവാണെന്ന് ഞാൻ പറഞ്ഞാണ് ഹസ്ബൻഡിന്റെ അടുത്ത്. പക്ഷെ അപ്പോഴാണ് എന്നെ മാരത്തോൺ BTC എന്നാണ് പറയുന്നത്. ഇതുപോലെ സോഫ്റ്റ്വെയർ ടെലഗ്രാം മോഡിലുള്ളതല്ല, മാനുവലിയാണ് കോച്ചസ് എല്ലാം നമ്മുടെ റീഡിങ്സ് ഒക്കെ എഴുതിയെടുത്തിട്ട് നമുക്ക് ഫൈനലി ഒരു ഗിഫ്റ്റ് ഒക്കെ തരും. അപ്പൊ അത് അന്ന് എന്ന് പറഞ്ഞാല് അങ്ങനെ ആ BTCയിൽ ജോയിൻ ചെയ്തുകൊണ്ടാണ് എന്റെ ടൈമിംഗ് ഒക്കെ കറക്റ്റ് ആയത്. ഇപ്പൊ നമുക്ക് മാരത്തോൺ ആണ്, 10 days വീതമുള്ള മാരത്തോൺ ആയിട്ട് കമ്പനി തന്നെ സോഫ്റ്റ്വെയർ ഇറക്കിയിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട്. വളരെ എക്സലന്റ് ആയിട്ട് ഇപ്പൊ പ്ലെയർ ബോട്ടും കൂടിയാണുള്ളത്. അപ്പൊ നമുക്ക് ഒരു കോച്ചസ് ഇങ്ങനെ വിളിച്ചു ചോദിക്കേണ്ട, നമുക്ക് തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടാലേ നമ്മുടെ ഫൈനൽ റിസൾട്ട് 10 days കഴിയുമ്പോൾ നമുക്ക് കിട്ടും.
അങ്ങനെ ഒരു സിസ്റ്റത്തിലാണ് നമ്മളിപ്പോ വളരെ ഹാപ്പി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഫാറ്റും മസിലും തമ്മിലുള്ള ഡിഫറൻസ് ഉള്ള ഒരു ജസ്റ്റ് ഒരു സ്ലൈഡ്, അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഫൈനൽ കാര്യങ്ങളിലേക്ക് എത്താം. ഫാറ്റ് വേഴ്സസ് മസിൽ. അപ്പൊ നേരത്തെ പറഞ്ഞ തന്നെ ഫാറ്റിന് കൂടുതൽ സ്ഥലം വേണം, അതുകൊണ്ട് തന്നെ നമ്മൾ ബൾക്കി ആയിട്ടിരിക്കും. ഫാറ്റ് ആണ് നമ്മുടെ ശരത്തെങ്കിൽ നമ്മൾ ബൾക്കി ആയിട്ടിരിക്കും. അതേസമയം പ്രോട്ടീൻ ആണ്, മസ്കുലർ ആണെങ്കിൽ നമ്മൾ നല്ലൊരു ഷേപ്പിലേക്ക് വരും. പിന്നെ ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ ഈ ഐഡിയൽ വെയിറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യം കേട്ടോ ഈ പറയുന്നത്. ഫാറ്റി ആയിട്ടാണ് എന്നിട്ടും ബോഡി ഇരിക്കുന്നതെങ്കിൽ നമുക്ക് അപ്പോഴും ഹാർട്ട് ഡിസീസിന്റെയും ഡയബറ്റീസിന്റെയും ഹൈ ബി പിയുടെയും കിഡ്നി ഡിസീസിന്റെയും സ്ട്രോക്കിന്റെയും ഒക്കെ ആ ഒരു പോസിബിലിറ്റി അവിടെ കിടപ്പുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ ഒന്ന് നള്ളിഫൈ ചെയ്യണമെങ്കിൽ, അതെല്ലാം നമ്മൾ ക്ലിയർ ഔട്ട് ചെയ്തിരിക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ മസ്കുലർ ആക്കണം കൂടി. നമ്മൾ കണ്ടിട്ടില്ലേ പണ്ടുള്ള ആൾക്കാർ നല്ല പറമ്പിലൊക്കെ ഇറങ്ങി കളക്കുന്ന ആൾക്കാർ, കളച്ച് പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്, നല്ല സിക്സ് പാക്ക് കാര്യം. അവരൊന്നും ഒരു ജിമ്മിലൊന്നും പോയിട്ടില്ല. അവർ കഴിക്കുന്ന കാലറീനെ ബാലൻസ് ചെയ്യുന്ന വിധത്തിൽ അവരുടെ ശരീരത്തിൽ നിന്ന് അത്രയും കാലറി എരിഞ്ഞു പോയിട്ട് അതിന് അനുസരിച്ച് അവരുടെ മസിൽസ്, ഓരോ അവയവവും മസിൽസ് ഒക്കെ വർക്ക് ചെയ്ത് ഓരോ മസിൽസ് നല്ല ബിൽഡപ്പ് ആയിട്ട് സിക്സ് പാക്ക് ഒക്കെ ഓൾറെഡി അവർക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നത്. അപ്പൊ നമ്മള് അത്രയൊക്കെ എത്തണമെങ്കിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഇന്റൻസ്ലി നമ്മൾ വർക്ക്ഔട്ട് ഒക്കെ ചെയ്യേണ്ടി വരും. എന്നാലും നമ്മൾ നമ്മുടെ ഈ പ്രൊപ്പോർഷൻ ഒന്ന് കറക്റ്റ് ചെയ്ത് നിർത്തിയാൽ തന്നെ നമുക്ക് മറ്റു അസുഖങ്ങളൊന്നും ഇല്ലാതെ നമ്മൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് കയറ്റം കയറുമ്പോഴും സ്റ്റെപ്പ് കയറുമ്പോഴും ഒക്കെ കിടപ്പൊന്നും ഇല്ലാതെ നമുക്ക് നമ്മുടെ ആരോഗ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഇത് തന്നെയാണ്. മസിലാണെന്നുണ്ടെങ്കിൽ മോർ ഡെൻസ് ആണത്, കുറച്ച് സ്പേസ് മതി, കൂടുതൽ കാലോറീനെ ബേൺ ചെയ്യിക്കും. നമ്മൾ കഴിക്കുന്നതിന് കൂടുതലായിട്ട് ബേൺ ചെയ്യിക്കും. പിന്നെ ഇഞ്ചുറി, ഇപ്പൊ മസ്കുലർ ആയിട്ടുള്ള ഒരാളാണ് വീടുന്നതെങ്കിൽ, ഇപ്പൊ നമുക്കറിയാം സ്പോർട്സ് താരങ്ങളൊക്കെ അവർ ബോളിന്റെ പുറകെയും ക്രിക്കറ്റ് കളിക്കുമ്പോഴൊക്കെ ഫുട്ബോൾ കളിക്കുന്ന താരങ്ങളൊക്കെ ഓടുമ്പോ അവർക്ക് പറ്റുന്ന ഇഞ്ചുറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറവാണ്. ബിക്കോസ് അവർക്ക് മസ്കുലർ ആണ് ബോഡി. അതേസമയം വെറുതെ വീട്ടിലിരിക്കുന്ന ഒരാള്, മസ്കുലർ അല്ലാത്ത ബോഡി ഉള്ള ഒരാൾ വെറുതെ ഒരു സ്റ്റെപ്പ് ഇറങ്ങി വീണാൽ മതി, അപ്പോഴേക്കും അവർ കൈകാല കൂടി. അപ്പൊ അതാണ് ആ മസ്കുലർ ആയിട്ടുള്ള ബോഡിയുടെ വ്യത്യാസവും മസ്കുലർ അല്ലാത്ത ബോഡിയുടെ വ്യത്യാസവും. അതാണ് പരിക്കുകൾ ചാൻസ് കൂടുതലാണ് മസ്കുലർ അല്ലെങ്കിൽ. അതുപോലെ തന്നെ നമുക്ക് ആയുസും കൂടുതൽ കിട്ടും ബോഡി മസ്കുലർ ആണ്. അപ്പൊ ഇതൊക്കെയാണ് ബോഡി മസ്കുലർ. അപ്പൊ ഐഡിയൽ വെയിറ്റ് എത്തി ചിലർ അങ്ങ് കൺക്ലൂഡ് ചെയ്തോളി. മെയിന്റനൻസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമും കൂടെ ചെയ്യേണ്ടതിന്റെ ആവശ്യകത. അപ്പൊ എല്ലാവരും അതിനെ ഒരു ഈ കുറെ പൈസ ആയല്ലോ എന്നുള്ളത് വെച്ചിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇത് എന്ന് എനിക്ക് നിർത്താം എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇത് ഒത്തിരി പൈസ ആവുമല്ലോ എന്നൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത്. പക്ഷെ നമ്മൾ പുറകോട്ടൊന്ന് ചിന്തിക്കണം. ഇതിനു മുന്നേ നമ്മൾക്ക് ഉണ്ടായിരുന്ന ഹെൽത്ത് ഇഷ്യൂസ്, ആ ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ എന്തോരം പൈസയും സമയവും മനസ്സമാധാനവും ഹോസ്പിറ്റലിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നേനെ എന്നുള്ളൊരു റീതിങ്കിങ് നമ്മൾ നടത്തണം. അങ്ങനെ ആലോചിച്ചാല് നമ്മളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, നമ്മൾക്ക് പൈസ മുടക്കാനായിട്ട് യാതൊരു ആരോടും നമുക്ക് തർക്കിക്കേണ്ട ആവശ്യം ഉണ്ടാവുകയില്ല. ഓക്കെ, അപ്പൊ അതൊക്കെയാണ്. അപ്പൊ നമ്മുടെ പ്രോട്ടീൻ കണ്ടന്റ് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് നല്ലൊരു സപ്ലിമെന്റ് ആയിട്ട് നമുക്ക് നമ്മുടെ കമ്പനി തന്നിരിക്കുന്നത് നമ്മുടെ ഫോർമുല 1 ഷേക്കിനൊപ്പം നമുക്ക് ആഡ് ചെയ്യാനുള്ള പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ പൗഡർ തന്നെയാണ്. ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോയാബീൻ ആണ്. സോയാബീൻ പൗഡർ, നമ്മൾ ഇവിടെ നാട്ടിൽ സോയാബീൻ എന്ന് പറഞ്ഞു വാങ്ങിക്കുന്നത് സോയ ചങ്ക്സ് ആണ്. അതായത് അതിനകത്ത് സോയാ മിൽക്കും സോയാ സോസും ഒക്കെ എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള ചണ്ടി, അതാണ് നമ്മൾ സോയാബീൻ എന്ന് പറഞ്ഞ, ബീനല്ല സോയ ചങ്ക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിക്കൻ പോലെ അല്ല മീറ്റ് പോലെയൊക്കെ ഇട്ട് നമ്മൾ കറിയൊക്കെ വെച്ച് കഴിക്കുന്നത്. അതല്ല, സോയാബീൻ ഉണ്ട്, അത് ഒരു പയറുവർഗ്ഗമാണ്. അത് അതുപോലെ തന്നെ അതിന്റെ ആ പയറിനെ പൊടിച്ച് അതിന്റെ രീതിയിലൊക്കെ പ്രിപ്പയർ ചെയ്ത്, അതിനേക്കാൾ ഉപരിയായിട്ട് അത് കൾച്ചർ അതായത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ആണ് കേട്ടോ. അതായത് നമ്മള് ഇപ്പൊ ഈ നമ്മുടെ ബാംഗ്ലൂർ കിട്ടിയില്ലെങ്കിൽ ചെന്നൈയിൽ നിന്ന് വാങ്ങിയല്ല, ചെന്നൈയിൽ നിന്ന് കിട്ടിയിട്ട് ഡൽഹിയിൽ പോയി വാങ്ങിയ അങ്ങനെയല്ല സോയാബീൻ മാർക്കറ്റിൽ നിന്ന് എടുക്കുന്നത്. അതേ പ്രത്യേക ഒരു കർഷകനെ ഏൽപ്പിച്ചിരിക്കുകയാണ് കമ്പനി. അപ്പൊ അവർ അതിന്റെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഒക്കെ കീപ്പ് ചെയ്ത് ഫ്രം സീഡ് ടു ഫീഡ് അതിന്റെ അത് കൾട്ടിവേറ്റ് ചെയ്യുന്ന ആ സോയാബീൻ വളർത്തി അതിനെ കൃഷി ചെയ്യുന്നത് മുതലേ അതിന്റെ ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് കീപ്പപ്പ് ചെയ്ത് പോരുന്നത് കൊണ്ട് തന്നെയാണ് നമ്മളുടെ പ്രോഡക്ട്സ് എല്ലാം ഇത്ര ക്വാളിറ്റി ഇരിക്കുന്നത്. അപ്പൊ ചിലരൊക്കെ വിചാരിക്കും ഈ ഷേക്കല്ലേ നമുക്ക് അടിച്ചു കുടിക്കാലോ എന്തെങ്കിലുമൊക്കെ. അവർ എന്നിട്ട് തനിയെ പ്രിപ്പയർ ചെയ്യും, ബദാമും കാഷ്നട്ടും മറ്റു സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അവർ അടിച്ചു കുടിക്കുകയൊക്കെ ചെയ്യും. വെയിറ്റ് ഓഫ് കോഴ്സ് കാലോറി മാനേജ് ആവും, ഒരു തിരക്കവും ഇല്ല, നന്നായിട്ട് കാലോറി മാനേജ് ആവും, വെയിറ്റ് ലോസും നടക്കും. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞ നമ്മുടെ ടിഷ്യൂ റിപ്പയർ, നമ്മുടെ ബോഡി ടിഷ്യൂ റിപ്പയർ നടന്ന് നമ്മളൊരു യൂത്ത്ഫുൾനെസ്സിലേക്ക്, നമ്മുടെ സീനിയർ കോച്ചസിനെയൊക്കെ കണ്ടിട്ടില്ലേ, നമ്മളെ ഏജ് എത്രയാണെന്ന് കൺഫ്യൂഷൻ വരും ആൾക്കാർക്ക്. അതുപോലെയുള്ള ഒരു യൂത്ത്ഫുൾനെസ്സിലേക്ക് പോകണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ന്യൂട്രീഷൻ ഷേക്ക് തന്നെയാണ് അതിന് ഏറ്റവും കോസ്റ്റ് അഫോർഡബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഒരു സ്ലൈഡ്. ഡെയിലി പ്രോട്ടീൻ റിക്വയർമെന്റ്സ് കുട്ടികളിലും മുതിർന്നവരിലും ഉള്ള ഒരു ചാർട്ടാണത്. അതായത് കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ഡെയിലി പ്രോട്ടീൻ റിക്വയർമെന്റ് വളരെ കൂടുതലാണ്.
അത് 0.8 മുതൽ 1.3 gram per kilogram വെയിറ്റ് ആണ് കുട്ടികളെ സംബന്ധിച്ചിട്ട്. പിന്നെ ഇത് സൈഡിൽ എഴുതിയിരിക്കുന്നത് നമ്മുടെ കിലോഗ്രാം, നമ്മുടെ ബോഡി വെയിറ്റും കൂടെ അനുസരിച്ച് വേണം കേട്ടോ അതൊന്ന് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട്. അതേസമയം സെഡൻഡറി ആയിട്ടുള്ള ലൈഫ് ജീവിക്കുന്ന ഒരാൾക്കാണെങ്കിൽ 0.75 കിലോഗ്രാം പെർ കിലോഗ്രാം മതി. പ്രഗ്നന്റ് വിമൻ ആണെങ്കിൽ 1 gram per kilogram തന്നെ വേണം. പ്രായമായവരിലും ഫിസിക്കൽ എക്സർസൈസ് ചെയ്യുന്നവരിലേക്കാണെങ്കിൽ 1.2 to 1. അതായത് 2 gram per kilogram, അത് ഇരട്ടി പ്രോട്ടീനിന്റെ ആവശ്യകതയുണ്ട്. പ്രായമായവരിൽ പ്രോട്ടീന്റെ ആവശ്യകത കൂടുതലാണ്. അപ്പൊ അതും പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ബിക്കോസ് പ്രായമാകുമ്പോഴേക്കും വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കുറയും ശരീരത്തിന്റെ. അപ്പൊ തന്നെ നമ്മൾക്ക് ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി വരും, മസിൽ വേസ്റ്റിംഗ് വരും. അപ്പൊ അതൊക്കെ കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പ്രായമായവർക്കും നല്ല പ്രോട്ടീൻ ആയിട്ടുള്ള ഷേക്ക് അടങ്ങിയിട്ടുള്ള ഷേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. പ്രോട്ടീൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും വളരെയധികം കൺഫ്യൂഷൻ ആണ്. താങ്ക് യു. പ്രോട്ടീൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും കൺഫ്യൂഷൻ ആണ്. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി കിഡ്നിയെ ഡാമേജ് ചെയ്യും, അങ്ങനത്തെ ഒരു ഇതാണ് എല്ലാവർക്കും. പക്ഷെ പ്രോട്ടീൻ നമ്മൾ ചിക്കനായിട്ട് കഴിക്കാനോ മീനായിട്ട് കഴിക്കാനോ മറ്റു പയറുവർഗ്ഗങ്ങളായിട്ട് കഴിക്കാനോ ഒന്നും നമുക്ക് പേടിയില്ല. ബിക്കോസ് അന്നേരം നമ്മൾക്ക് അറിയില്ല. പക്ഷെ നമ്മളൊരു ടിന്നിൽ നമ്മുടെ പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ കേൾക്കുമ്പോൾ എല്ലാവർക്കും പേടിയാണ്. ആകെ ഒരു സ്കൂപ്പിൽ ആകെ അടങ്ങിയിരിക്കുന്നത് വെറും 6 gram പ്രോട്ടീൻ ആണ്. അപ്പൊ നമ്മൾ 6 gram പ്രോട്ടീൻ ഒരു നേരം കഴിക്കുന്നു. 2 ഷേക്കിലാകുമ്പോൾ 12 gram പ്രോട്ടീൻ കിട്ടി. പിന്നെ നമ്മുടെ ഷേക്ക് മെയ്റ്റും നമ്മുടെ ഫോർമുല 1 എല്ലാം അടങ്ങിയിട്ടുള്ളത് എല്ലാം ചേർന്ന് ഒരു ഷേക്കിൽ ഏകദേശം 24 gram പ്രോട്ടീൻ ആണ് ഒരു ഷേക്കിൽ നിന്ന് ഏകദേശം നമുക്ക് കിട്ടുന്നത്. അപ്പൊ 2 ഷേക്ക് രാവിലെയും വൈകിട്ടും കുടിച്ചാലും നമുക്ക് ഒരു 48 gram പ്രോട്ടീനേ കിട്ടുന്നുള്ളൂ. അപ്പൊ 60 കിലോ ഉള്ള ഒരാളാണെങ്കിൽ വീണ്ടും ഇനിയും ഒരു 12 gram പ്രോട്ടീൻ വേണം. അപ്പൊ ഈ പ്രോട്ടീൻ വേണമെന്ന് പറഞ്ഞ് നമ്മൾ അളന്ന് മുറിച്ച് നമ്മൾ കഴിച്ചാൽ പോലും നമ്മുടെ ശരീരം ഇതുപോലെ അബ്സോർബ് ചെയ്യണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ 2 സ്കൂപ്പ് പ്രോട്ടീൻ ഇട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഇവിടെ എന്റെ ഹസ്ബൻഡും മോളൊക്കെ 2 സ്കൂപ്പ് പ്രോട്ടീൻ ആണ് ഷേക്കിൽ ആഡ് ചെയ്യുന്നത്. ചിലർക്ക് അത് ഭയമായിരിക്കും, നമ്മുടെ പ്രോട്ടീനെ ഉപയോഗിക്കാൻ വളരെ ഭയമായിരിക്കും. അപ്പൊ അങ്ങനെ ഭയപ്പെടേണ്ട ഒരു പ്രോട്ടീൻ അല്ല നമ്മുടെ പ്രോട്ടീൻ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ബിക്കോസ് സോയാബീനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ഡൈജസ്റ്റിബിലിറ്റി കറക്റ്റഡ് അമിനോ ആസിഡ് സ്കോർ എന്ന് പറയും. അത് 1 എന്ന വാല്യൂ ഉള്ള, അത് ഏറ്റവും നല്ല വാല്യൂ ആണ്, 1 ആണ് അതിന്റെ വാല്യൂ. ആ വാല്യൂ ഉള്ള പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ, സസ്യ ആഹാരത്തിൽ പെട്ട പ്രോട്ടീനിൽ 1 വാല്യൂ ഉള്ളത് നമ്മുടെ സോയാബീൻ പ്രോട്ടീൻ ആണ്. അതിനുശേഷമാണ് ബാക്കി കടലപ്പരിപ്പ്, പയറ്, അതൊക്കെ അതിൽ താഴെയാണ്. ഈവൻ ബീഫ് പോലും 0.8 ആണുള്ളൂ. മിൽക്ക്, അങ്ങനെ ഓരോന്നിനും പല പല വാല്യൂസ് ആണ്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ, അതായത് നമ്മുടെ ശരീരത്തിന് വേണ്ട എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ധാരാളം അടങ്ങിയിട്ടുള്ളത് നമ്മളുടെ സോയാബീനിലാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ അധികം സോയാബീൻ ആസിഡ്സ് നമ്മൾ ചെറുപയറോ വൻപയറോ ഒക്കെ ഉപയോഗിക്കുന്ന, കടലയൊക്കെ ഉപയോഗിക്കുന്ന പോലെ നമ്മൾ അത്ര യൂസ് ടു അല്ല, നമ്മളത് അതിനെ നമ്മുടെ മാർക്കറ്റിൽ അത്ര അവൈലബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സോയാബീൻ പൗഡർ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതാണ് പ്രോട്ടീനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മുടെ ബോഡി മസ്കുലർ ആക്കാൻ വേണ്ടിയിട്ട് കോച്ചിനോട് ഡിസ്കസ് ചെയ്ത് നമ്മുടെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തിട്ട് സ്ലോലി നമ്മളിപ്പോ 1 സ്കൂപ്പ് പ്രോട്ടീൻ ആണ് നമ്മൾ കഴിക്കുന്നത്, നമുക്ക് 2 സ്കൂപ്പ് ഒക്കെ ആക്കി ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാം. ഇപ്പൊ നമ്മുടെ ഷേക്ക് മേറ്റിന്റെ ലേബിളിൽ പുറകിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ്, നമ്മൾക്ക് ഷേക്ക് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ പ്രൊപ്പോർഷൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ കമ്പനി പറയുന്നത് അല്ലാതെ തന്നെ നോർമലി 2 സ്കൂപ്പ് പ്രോട്ടീൻ ആണ് കമ്പനി പറയുന്നത്. പക്ഷെ നമ്മുടെ ഓർഗനൈസേഷൻ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല 1 സ്കൂപ്പ് പ്രോട്ടീൻ ആണ് ഓൾറെഡി സജസ്റ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. 1 സ്കൂപ്പ് തന്നെയാണ് നമ്മൾ എല്ലാവരും കഴിക്കുന്നത്. പക്ഷെ ഷേക്ക് മേറ്റിന്റെ ലേബിളിൽ നോക്കിയാൽ അറിയാം 2 സ്കൂപ്പ് പ്രോട്ടീൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് യൂറിക് ആസിഡ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. ഞാൻ 2 സ്കൂപ്പ് പ്രോട്ടീനിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പെട്ടെന്ന് തന്നെ ടിന്ന് എം ടി ആയി. 30 ദിവസത്തിൽ എം ടി ആവാണ്ട് ടിന്ന് 15 ഡേയ്സിൽ എം ടി ആയപ്പോ ഹസ്ബൻഡ് ചോദിച്ചു നീ ഇതെങ്ങനെയാ കഴിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ 2 സ്കൂപ്പ് ഇട്ടാ കഴിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കോച്ചസ് ആയിട്ടൊന്നും ആദ്യം കണക്ട് ആവത്തില്ലായിരുന്നു. 2 സ്കൂപ്പ് പ്രോട്ടീൻ. അപ്പൊ ഹസ്ബൻഡ് യോ കിഡ്നി അടിച്ചു പോകില്ല, ഇത് എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ കിഡ്നി അടിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻ ഒന്നും അതിനകത്ത് ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അല്ലെങ്കിലും കിഡ്നി അടിച്ച് പ്രോട്ടീൻ കഴിച്ച് കിഡ്നി അടിച്ച് പോകത്തില്ല, അതൊരു വാസ്തവമാണ്. ബിക്കോസ് പ്രോട്ടീൻ എന്ന് പറയുന്നത് കിഡ്നിയെ നശിപ്പിക്കുന്ന ഒരു ഭക്ഷ്യവസ്തു അല്ല. പക്ഷെ പ്രോട്ടീൻ റെസ്ട്രിക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നവർ തീർച്ചയായിട്ടും പ്രോട്ടീൻ റെസ്ട്രിക്ട് ചെയ്യണം. ബിക്കോസ് കിഡ്നിക്ക് ഒരു റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ അത് തെറ്റിദ്ധരിക്കരുത്. അപ്പോ പക്ഷെ അങ്ങനെ 2 സ്കൂപ്പ് പ്രോട്ടീൻ ഷേക്ക് ഓൾറെഡി ഞാൻ ആദ്യമേ ഇട്ട് എനിക്ക് ഒന്നും സംഭവിച്ചില്ല എന്ന് തന്നെ വേണം പറയാം. അതായത് ഒന്നും സംഭവിച്ചില്ല മീൻസ് ഈ പറഞ്ഞ പോലെ തന്നെ എന്റെ യൂറിക് ആസിഡ് ഉള്ള ആൾക്കാർ പ്രോട്ടീൻ കുറച്ച് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മളെ നിർബന്ധിക്കുന്നതെങ്കിലും ഞാൻ 2 സ്കൂപ്പ് പ്രോട്ടീൻ ഇട്ട് കഴിച്ചിട്ട് പോലും എന്റെ യൂറിക് ആസിഡ് നോർമൽ ആവുകയാണ് ചെയ്തത്. 3 മാസം കഴിഞ്ഞ് ഞാൻ എന്റെ ബ്ലഡ് റിസൾട്ട്സ് എടുത്തപ്പോൾ വാല്യൂസ് എല്ലാം നോർമൽ ആയ ഒരു വാല്യൂസ് ആണ് ഞാൻ കണ്ടത്. നെക്സ്റ്റ് സ്ലൈഡ്.
നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ബോഡിക്ക് വേണ്ട പ്രോട്ടീൻ, ബോഡിയിലും വേണ്ട മസിലിന്റെ പ്രൊപ്പോർഷൻ ആണ് ആ സ്ലൈഡിലുള്ളത്. ഇപ്പൊ ലേഡീസിന് വേണ്ട ഏകദേശം ഒരു 33, 35, 33 ഒക്കെ ആണെങ്കിൽ ഏജ് അനുസരിച്ച് 40 വയസ്സുള്ള ഒരു ലേഡി ആണെങ്കിൽ മസിൽ മാസം 32% എബവ് ആണെങ്കിൽ ഏറ്റവും നല്ലത്. പുരുഷന്മാരാണെങ്കിൽ 36, 38 ഒക്കെയാണ് ഏറ്റവും നല്ലത്. പക്ഷെ ഇത്രയൊക്കെ അറ്റൈൻ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ അത്രയും കഠിനമായ എക്സർസൈസ്, പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള ഫുഡ്, അതായത് ഐഡിയൽ വെയിറ്റ് എത്തിയതിന് ശേഷമുള്ള കാര്യം പറയുന്നത്, അത്രയും ചെയ്താൽ മാത്രമേ ഈ പറയുന്ന ലെവലിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. ഇനി ഇപ്പൊ ഞാൻ എന്റെ ഒരു ബോഡി പ്രോട്ടീൻ, ഐ മീൻ ബോഡി മസിലിന്റെ ലെവൽ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് 24, 25% ഉള്ളൂ. അതിൽ നിന്ന് എത്ര ഞാൻ വർക്ക് ചെയ്തിട്ട് വേണം ഇനി 32ലേക്ക് എത്തിക്കാനായിട്ട്. അത്രയും ടാസ്ക് ഉണ്ട് എനിക്ക്. എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ പോലെ എനിക്ക് ഇഷ്ടമുള്ള ആഹാരം ഇഷ്ടം പോലെ കഴിക്കാൻ പറ്റുള്ളൂ. ഈ റൈറ്റ് സൈഡിൽ പറഞ്ഞിരിക്കുന്ന കാലോറി, ഒരു 2500 കാലോറി ഒക്കെ എനിക്ക് വെയിറ്റ് കൂടാതെ എനിക്ക് കഴിക്കണമെങ്കിൽ ഈ രീതിയിലുള്ള മസ്കുലേച്ചറിലേക്ക് ഞാൻ എത്തണം. ബോഡി മസിൽ. ഇപ്പൊ ബോഡിയിൽ ഫാറ്റ് ഉണ്ട്, 28% ഫാറ്റോളം ശരീരത്തുണ്ട്. 28% എനിക്ക് ശരിക്കും അനുവദിച്ചിട്ടുള്ള എന്റെ ശരീരത്തിന്റെ ഏജ് അനുസരിച്ച് 25-ൽ താഴെ ആയിരിക്കണം. അപ്പം ഞാൻ ആ ഒരു ടാസ്കിലാണ് ഞാനിപ്പോ PTCയിൽ അല്ലെങ്കിൽ മാരത്തോണിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ബോഡി അതായത് നമ്മുടെ മസ്കുലർ നേച്ചർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി. ഇനി നമ്മൾക്ക് കാലോറി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ജസ്റ്റ് ഒരു നെറ്റിൽ ഞാൻ കണ്ടതുകൊണ്ട് ഞാനൊന്ന് ഷെയർ ചെയ്യുവാണ്. കാലോറി കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ട് നെറ്റിൽ നമുക്ക് ഗൂഗിളിൽ ജസ്റ്റ് കാലോറി കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സാധനം ഉണ്ട്. ഒരു ഓൺലൈൻ ഫാറ്റ് കാൽക്കുലേറ്റർ പോലെ തന്നെ ഗൂഗിൾ കാൽക്കുലേറ്റർ ഉണ്ട്. അതിനകത്തേക്ക് നമ്മുടെ ഏജും നമ്മുടെ ജെൻഡറും നമ്മുടെ ഹൈറ്റും നമ്മുടെ വെയിറ്റും ഒക്കെ എൻ്റർ ചെയ്തിട്ട് കിലോഗ്രാമിൽ എൻ്റർ ചെയ്തിട്ട് നമ്മളുടെ ആക്ടിവിറ്റി എങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ അനങ്ങാതിരിക്കുന്ന ഒരാളാണ്, എക്സർസൈസ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ആ മേലത്തെ ബട്ടൺ ഓൺ ആക്കണം. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് എക്സർസൈസ് ചെയ്യണമെങ്കിൽ അങ്ങനെ, മോഡറേറ്റ് എക്സർസൈസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ, ഡെയിലി എക്സർസൈസ് ചെയ്യുന്നവരാണ് അങ്ങനെ ഒരു കുറച്ച് ഇതുണ്ട്, ക്ലിക്ക് ചെയ്യാൻ പറ്റിയ ബട്ടൺ. ഇതെല്ലാം ക്ലിക്ക് ഏതാണോ നമ്മുടെ ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്തിട്ട് കാൽക്കുലേറ്റ്, ഏറ്റവും താഴെ ഒരു പച്ച കളറിൽ കാൽക്കുലേറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ആ ബട്ടണും കൂടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മൾക്ക് വേണ്ടുന്ന കാലോറി, നമുക്ക് അനുവദനീയമായിട്ടുള്ള കാലറിയുടെ ഒരു റിസൾട്ട് കിട്ടും. അതിനകത്ത് ഇപ്പൊ നമ്മൾ ഒരു എക്സർസൈസ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എത്ര കാലോറി കഴിക്കണം, നമ്മൾ എക്സർസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര കാലോറി കഴിക്കണം. അപ്പൊ നമ്മൾ രാവിലത്തെയും വൈകിട്ടേയും ഷേക്ക് 250, ഉച്ചയ്ക്കുള്ള ആഹാരം അതനുസരിച്ച് നമുക്ക് കോച്ചുമായിട്ട് ഡിസ്കസ് ചെയ്ത് നമുക്ക് നിജപ്പെടുത്തിയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. അല്ല എങ്കിലാണ് നമ്മളിപ്പോ ഒരു ഓയിൽ അടങ്ങിയ ഒരു ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കുന്ന ചോറിലുള്ള മെഴുക്ക് വരട്ടി, തോരൻ, ഇതൊക്കെ നമ്മൾ കഴിക്കും. അതിനകത്ത് ഫാറ്റ് കണ്ടന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ പ്ലേറ്റ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് പിക്ചർ, പക്ഷെ അതിനകത്ത് ഓയിൽ കണ്ടന്റ് ഉണ്ടെങ്കിലും നമുക്ക് കോച്ചിന് ചിലപ്പോൾ അത് കണ്ടാൽ മനസ്സിലാവില്ല. പക്ഷെ ആ ഫാറ്റ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, ഫാറ്റ് അടങ്ങിയ ആഹാരമാണ് നമ്മൾ കഴിക്കുന്നെങ്കിൽ 1 ഗ്രാം ഫാറ്റില് 9 കിലോ കാലോറീസ് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഒരു 100 ഗ്രാം ഫാറ്റ് അല്ലെങ്കിൽ ഒരു 50 ഗ്രാം ഫാറ്റ് ആ കറികളിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത്രയും അധികം കാലോറി നമ്മുടെ അകത്തേക്ക് പോയി. അപ്പോ പ്രോട്ടീനോ കാർബോഹൈഡ്രേറ്റോ കഴിച്ചതിന്റെ ഇരട്ടിയിലധികം കാലോറി നമ്മുടെ ശരീരത്തിലേക്ക് കയറി. ആ ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് നമ്മൾ കോച്ചിനോട് ചോദിക്കുന്നത്, ഞാൻ ഇന്നലെ വെയിറ്റ് ഒന്നും കുറഞ്ഞില്ലല്ലോ കോച്ച്, എന്ത് പറ്റി? അപ്പൊ അതാണ് അതിന്റെ റീസൺ. അപ്പൊ കോച്ചിനോട് നമ്മളല്ല ചോദിക്കേണ്ടത്, കോച്ചാണ് ഇങ്ങോട്ട് ചോദിക്കേണ്ടത് എന്തുകൊണ്ട് കുറഞ്ഞില്ല വെയിറ്റ് കേട്ടോ. അപ്പൊ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആൾക്കാരെല്ലാവരും കോച്ചിനോട് പോയിട്ട് എനിക്ക് എന്ത് വെയിറ്റ് കുറഞ്ഞില്ല എന്ന് ചോദിക്കരുത്. അത് കോച്ച് അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യം തിരിച്ചാണ് ചോദിക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്കിന്ന് പറയാനുള്ളത്. അപ്പൊ നമ്മുടെ പ്രോഗ്രാം മാരത്തോണിൽ ജോയിൻ ചെയ്ത് അപ്പൊ ഒരു പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത്, മാരത്തോൺ ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ഞങ്ങളൊക്കെ അന്ന് ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, ടെലഗ്രാം ആപ്പിലുള്ള സോഫ്റ്റ്വെയർ അസിസ്റ്റഡ് ആയിട്ടുള്ളതല്ല, നമ്മുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തിട്ട് കോച്ചസ് നമ്മുടെ ഇനിഷ്യൽ വെയിറ്റും ഫൈനൽ വെയിറ്റും വെച്ച് മൈനസ് ചെയ്തിട്ട് ആ ഗ്രൂപ്പിലുള്ള ആരാണോ ഏറ്റവും കൂടുതൽ വെയിറ്റ് ലോസ് ചെയ്തത് അവർക്ക് നല്ലൊരു സമ്മാനം നൽകും. അപ്പൊ അതൊരു ട്രോഫി ഒക്കെ ആയിരിക്കും. അപ്പൊ അതൊക്കെ വളരെ അത് തന്നെ നമുക്ക് വളരെ സന്തോഷമുള്ള, വളരെ ഇൻസ്പയറിംഗ് ആണ്. അടുത്ത പ്രാവശ്യവും ട്രോഫി അടിച്ചെടുക്കണം, പങ്ക്ച്വാലിറ്റിക്കുള്ള ട്രോഫി, വെയിറ്റ് ലോസിനുള്ള ട്രോഫി അടിച്ചെടുക്കണം എന്നുള്ളൊരു കോമ്പറ്റീഷനിലാണ് നമ്മൾ, ഹെൽത്തി കോമ്പറ്റീഷനിലാണ് നമ്മൾ വെയിറ്റ് ലോസ് അന്ന് ചെയ്യുന്നത്. എന്നാൽ ഇന്ന് അതിൽ നിന്നൊക്കെ വളരെ ഉപരിയായിട്ട് കുറച്ച് ഇപ്പൊ സീസൺ 5 വരെ നമുക്ക് ക്യാഷ് പ്രൈസ് ആണ് സാർ അവാർഡ് ചെയ്തിരിക്കുന്നത് അല്ലെ. ഇനി നെക്സ്റ്റ് സീസൺ August 1 സ്റ്റാർട്ട് ചെയ്യുന്നതിന് പുതിയതായിട്ട് ജോയിൻ ചെയ്യാനിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് വേണ്ട പ്രോഡക്ട്സും സപ്ലിമെന്റ്സും എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പൊ തന്നെ കോച്ചിനോട് പറഞ്ഞ് ബുക്ക് ചെയ്തത് വാങ്ങിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. August 1 നമുക്ക് അടുത്ത മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ഈ പ്രോഡക്ട്സ് എല്ലാം നമ്മുടെ കയ്യിൽ റെഡി ആയിരിക്കണം. അപ്പോ നേരത്തെ നമ്മുടെ കോച്ചസിന് അറിയാം, നമ്മൾ വെയിറ്റ് നന്നായിട്ട് കുറയ്ക്കാനായിട്ട് നമ്മുടെ മെറ്റബോളിക് റേറ്റ് ഹൈ ആക്കി നിർത്തി നമ്മുടെ വെയിറ്റ് ലോസ് ത്വരിതപ്പെടുത്താനുള്ള അഡീഷണൽ സപ്ലിമെന്റ്സ്, സെല്ലുലോസ്, ഹെർബൽ കൺട്രോൾ എന്തൊക്കെയാണ് കോച്ചസിന് അറിയാം. നിങ്ങൾ കോച്ചസിനോട് ഡിസ്കസ് ചെയ്താൽ കോച്ചസ് പറഞ്ഞു തരും എന്തൊക്കെയാണെന്ന്. അപ്പൊ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നവർ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട്
ഓഗസ്റ്റ് 1 സ്റ്റാർട്ട് ചെയ്യുന്ന മാരത്തോണിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് അവൈൽ ചെയ്തിരിക്കുന്നത് ഗോൾഡ് കോയിൻ ആണ് കോച്ചസ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. 1 gram മുതൽ 5 gram വരെയുള്ള പ്രൈസസ് ഗോൾഡ് കോയിനിലാണ് നമുക്ക്. വിമന് സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്, വെയിറ്റ് ഗെയിൻകാർക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് നമ്മുടെ സിസ്റ്റം നമുക്ക് നൽകുന്നത്. അപ്പൊ എന്തുകൊണ്ട് മത്സരിച്ചുകൂടാ എന്ന് എല്ലാവരും ഒന്ന് ചിന്തിക്കണം. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ഇന്നത്തെ ഒരു പ്രത്യേകത, താങ്ക് യു. ഇന്നത്തെ ഒരു പ്രത്യേകത, ഇപ്പൊ എന്റെ ഒരു ബിഫോർ ആഫ്റ്റർ പിക്ചർ ഞാൻ ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് അതൊന്ന് ഷെയർ ചെയ്താലും നല്ലതായിരിക്കും. അപ്പൊ റീസെന്റ് എടുത്ത ഒരു പിക്ചറും റൈറ്റ് സൈഡിൽ ഇപ്പൊ റീസെന്റ് എടുത്തപ്പോ നിങ്ങൾക്ക് നേരിട്ട് എന്നെ കാണാൻ പറ്റുന്നുണ്ട്. റൈറ്റ് സൈഡിലുള്ള പിക്ചർ ഞാനാണ്, ലെഫ്റ്റ് സൈഡിലുള്ളതും ഞാൻ തന്നെയാണ്. അപ്പൊ 2006 പിക്ചറാണ്. അപ്പൊ ഞാൻ നല്ല ഒബിസിറ്റിയിൽ ഇരിക്കുമ്പോ എന്റെ മൂഡ് തന്നെ ഒരു എന്താണ്, നമുക്ക് ചിരിക്കാൻ രണ്ടും ഞാൻ എടുത്ത സെൽഫി തന്നെയാണ്. ഇപ്പുറത്തുള്ളതിൽ ഞാൻ ഒരു മഗ്ഗില് എന്റെ മോർണിംഗ് ഷേക്ക് കുടിക്കുന്ന ഒരു സെൽഫി നമ്മൾ ഗ്രൂപ്പിൽ ഇടേണ്ടത് കൊണ്ടിട്ട് അങ്ങനെ എടുത്തൊരു സെൽഫിയും, മറ്റേത് എവിടെയോ ഞാൻ യാത്ര പോകാൻ നിൽക്കുന്നതിന് തൊട്ട് മുന്നേ അടുത്ത ഒരു സെൽഫിയാണ്. അപ്പം നമ്മുടെ മൂഡ് തന്നെ വ്യത്യസ്തമാണ്. നമ്മൾ ഒബിസിറ്റിയിൽ ഇരിക്കുമ്പോഴും നമ്മൾ ആ ഒബിസിറ്റി കുറഞ്ഞ് നമ്മൾ ഐഡിയൽ വെയിറ്റിലേക്ക് എത്തുന്ന പ്രോസസ്സിലും അല്ലെങ്കിൽ ഐഡിയൽ വെയിറ്റിൽ ഇരിക്കുമ്പോഴും ഒക്കെ നമ്മൾക്ക് കിട്ടുന്ന ഒരു മൂഡ് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. അപ്പൊ കുറച്ചും കൂടെ മസ്കുലേച്ചറും കൂടെ നമ്മൾ ഒന്ന് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ അധികം കുറെ കൂടെ നമ്മൾ നല്ല യങ് ഈ ഡൈനമിക്, അല്ലെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് എനർജി ടു ഡു വർക്ക്, രാവിലെ മുതൽ വൈകുന്നേരം വരെ എനർജറ്റിക് ആയിട്ടിരിക്കാനുണ്ട്. ഇപ്പൊ ചില പ്രോഗ്രാമിൽ ഇല്ലാത്ത പുറത്തുള്ള ആൾക്കാരൊക്കെ വേണമെങ്കിൽ പറയും ഇതിനകത്ത് എന്തോ ഉത്തേജകങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കളയാൻ വേണമെങ്കിൽ, ഇതൊക്കെ ചിരിച്ച് തള്ളാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഒരു ഉത്തേജകങ്ങളും നമുക്ക് ആഡ് ചെയ്തിട്ടല്ല തരുന്നത്. ബിക്കോസ് ഇതെല്ലാം കമ്പനിയിൽ ലേബിൾ ചെയ്ത് ഇറക്കുന്ന പ്രോഡക്ട്സ്, ആർക്ക് വേണമെങ്കിലും ടെസ്റ്റ് ചെയ്യാം, ആർക്കും എവിടെയും കൊടുത്ത് ടെസ്റ്റ് ചെയ്യാവുന്ന വിധത്തിലാണുള്ളത്. അപ്പൊ ഈ ഉത്തേജകം ഉണ്ടെന്നൊക്കെ പറയുന്ന ആൾക്കാർ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഞാൻ ടെസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെയല്ല നമ്മുടെ ശരീരത്തിൽ ഈ കാലറി ബാലൻസ് അല്ലെങ്കിൽ കാലറി ഡെഫിസിറ്റ് വരുത്തി നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വെറുതെ കാലറി ഡെഫിസിറ്റ് അല്ല, എന്തെങ്കിലുമൊക്കെ നമ്മൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് കാലറി ഡെഫിസിറ്റ് വരുത്തുന്നില്ലല്ല അർത്ഥം. ഇവിടെ നമ്മുടെ ഫോർമുല 1 അടങ്ങിയിരിക്കുന്ന ആ ഫൈറ്റോ ന്യൂട്രിയൻസും നമുക്കറിയില്ല, സയന്റിസ്റ്റുമാർക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മുടെ ഫുഡ് ഡിസൈൻ ചെയ്ത് സയന്റിസ്റ്റുമാർ അത് പഠിച്ചിട്ടാണ് അവര്, ഒരാളുടെ വർക്കല്ല അത്, പല കാലഘട്ടങ്ങളിലൂടെ റിസർച്ച് ചെയ്ത ഗവേഷണങ്ങളുടെ ഫലങ്ങളെല്ലാം ക്രോഡീകരിച്ച് അവർ ഡിസൈൻ ചെയ്ത് ഏതാണ് നല്ല രീതിയിൽ ഇതിന്റെ ടേസ്റ്റ് ഒന്നും വ്യത്യസ്തപ്പെടുത്താതെ എങ്ങനെയൊക്കെ ഏതൊക്കെ പ്രൊപ്പോർഷനിൽ ആക്കിയാലാണ് ഇത് വരുന്നതെന്ന് ഡിസൈൻ ചെയ്ത് നമ്മൾക്ക് വേണ്ടി 1980 മുതലേ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്ത് പുതിയ പ്രോഡക്ട്സ് ആക്കി നമുക്ക് തരുന്ന നമ്മുടെ കമ്പനി എല്ലാവർക്കും എല്ലാവരും ഹെർബൽ ലൈഫ് എന്ന് പറയുമ്പോൾ എല്ലാവരും നമ്മുടെ ഓർഗനൈസേഷൻ മീറ്റിലൊക്കെ നമ്മൾ ചാടി എഴുന്നേൽക്കുന്നു, ഡാൻസ് ചെയ്യും, പാട്ട് പാടുകയൊക്കെ ചെയ്യും. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണത്, ആരും പറഞ്ഞു ചെയ്യിക്കുന്നതല്ല. പുറത്തുനിന്ന് ആൾക്കാർ കണ്ടെത്തുന്ന ഇവര് ഡാൻസ് കളിക്കുന്നു. പക്ഷെ നമ്മൾക്ക് കിട്ടിയ ഹെൽത്ത് ബെനിഫിറ്റിന്റെ ബേസിസിൽ നമ്മൾ അറിയാതെ നമ്മൾ ഈ ആനന്ദ നൃത്തം നമ്മൾ ചെയ്തു പോകുന്നതാണ് അല്ലെ, കൈയടിക്കുന്നതും ഒക്കെ. അപ്പൊ ഇതാണ്. അപ്പൊ അതായിരുന്നു എന്റെ റിസൾട്ട്സ്. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ ബോഡി കുറച്ചുകൂടി ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്തെടുക്കാനുണ്ട്, ആ ഒരു ഉദ്യമത്തിലാണ് ഞാനും. അപ്പൊ ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് 3ാമത്തെ മൺഡേ ആണ്, ജൂലൈ മാസത്തെ 3ാമത്തെ മൺഡേ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ എഡ്യൂക്കേഷൻ സെഷൻ പറയുമ്പോൾ എന്താണ് ഇന്നത്തെ പ്രത്യേകത എന്ന് ഞാൻ ജസ്റ്റ് നോക്കാറുണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഞാൻ കണ്ടത് ഗ്ലോബൽ ഹഗ് യുവർ കിഡ്സ് ഡേ ആണ് ഇന്നത്തെ ദിവസം. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെയൊക്കെ നന്നായിട്ട് ഒന്ന് ആലിംഗനം ചെയ്ത് ഒന്ന് ഹഗ് ചെയ്തൊക്കെ ഒന്ന് അവരെ ഒന്ന് ഹാപ്പി ആക്കി വിടുക. ബിക്കോസ് ഒരു ഹഗ് അല്ലെങ്കിൽ നമ്മളൊരു ഹഗ്, നമ്മുടെ ഒരു സ്പർശമൊക്കെ വളരെയധികം പോസിറ്റീവ് എനർജി ആയിരിക്കും കുട്ടികൾക്ക് നൽകുക. അതുപോലെ തന്നെ അവരുടെ മൊത്തത്തിൽ അവരുടെ മൂഡിനെയും അവരുടെ ഒരു ഇമ്മ്യൂണിറ്റിയെയും അവരുടെ ഒരു ആരോഗ്യത്തിനെയൊക്കെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നത്തെ കാലത്ത് അറിയാം, പാരന്റ്സ് ഒക്കെ ഭയങ്കര തിരക്കിൽ പൈസ ഉണ്ടാക്കണം, കുടുംബം സ്വസ്ഥമാക്കണം, എല്ലാവരും ഓട്ടത്തിലേക്ക് ആയിരിക്കും. ഇതിനൊന്നും സമയം ഉണ്ടാവില്ല, കുട്ടികളെയൊക്കെ തല്ലി പിഴക്കിയൊക്കെ ആയിരിക്കും സ്കൂളിൽ വരുന്നത്. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ എഴുന്നേറ്റ ഉടനെ കുട്ടികളെ ഹഗ് ചെയ്ത് അവർക്കൊരു കംഫർട്ട് ഫീലിംഗ് ഒക്കെ കൊടുക്കുക. ഇത്രയൊക്കെ ആണ് എനിക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആർക്കെങ്കിലും ഒക്കെ 1-2 പേർക്ക് റിസൾട്ട് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പുതുതായിട്ട് വന്നവർക്ക് അതൊരു ഉപകാരമായിരിക്കും. മാരത്തോണിൽ ജോയിൻ ചെയ്ത് നല്ല ഹെൽത്ത് റിസൾട്ടും ഫിറ്റ്നസ് റിസൾട്ട്സിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും അല്ലെങ്കിൽ ഓൾറെഡി എടുത്തവരുണ്ടെങ്കിൽ പറയാം. ഓപ്പൺ പ്ലീസ്, ഒന്ന് മൈക്ക് ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കണേ. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ഇപ്പൊ വന്നിട്ട് 1 മാസമായിട്ടുള്ളൂ. എനിക്ക് ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഷുഗർ കൂടുതലായിരുന്നു. ഇപ്പൊ എല്ലാം നോർമലായിരിക്കുന്നു. കാലുവേദന, ശരീരം, ഈ കാലുവേദന, ബോഡി പെയിൻ എല്ലാം നോർമലായിരിക്കുന്നു. ഞാനിപ്പോ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ തീരുമാനിച്ചു. മാഡം വെയിറ്റ് ലോസ് ആയിരുന്നോ വെയിറ്റ് ഗെയിൻ ആയിരുന്നോ പ്രോഗ്രാം? വെയിറ്റ് ലോസ്, വെയിറ്റ് ഇപ്പൊ 900 ഗ്രാം മാത്രമേ ഉള്ളൂ കുറയാൻ. എന്റെ 54 വയസ്സുണ്ട് എനിക്ക്. എന്റെ പേര് റംലത്ന. വെരി ഗുഡ്.
ഓക്കെ, താങ്ക് യു മാഡം. അപ്പൊ നോക്കൂ, നമ്മൾ താങ്ക് യു വെരി മച്ച് റംലത്ത് മാഡം. അപ്പൊ നമ്മൾ പൊതുവെ ഈവൻ നമ്മുടെ സിസ്റ്റം മൊത്തം നമ്മൾ വെയിറ്റ് ലോസ് എന്നുള്ള ഒരു 99% ആൾക്കാരും വെയിറ്റ് ലോസ് എന്നുള്ള ഒരു ആസ്പെക്റ്റിലാണ് നമ്മുടെ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ഒരു വളരെ കുറഞ്ഞൊരു ശതമാനം വെയിറ്റ് ഗെയിനും പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാറുണ്ട്. ഇനി ഇതൊന്നും ഇല്ലാതെ തന്നെ അപ്പൊ ഇപ്പൊ റംലത്ത് മാഡം വന്ന് ജോയിൻ ചെയ്തു, മാഡത്തിന്റെ കുറെ ബോഡി പെയിൻ, ലിവർ റിലേറ്റഡ് ഇഷ്യൂസ് ഒക്കെ ഭേദമായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടെയാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ ഇമ്പോർട്ടൻസ്. പൊതുവിൽ എല്ലാവരും നമ്മളുടെ പൊടി വെയിറ്റ് ലോസ് ചെയ്യുന്ന പൊടി ഒരു ബ്രാൻഡിങ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആർക്കും അറിയില്ലല്ലോ, പുറത്തുള്ള സമൂഹത്തിലുള്ള ആൾക്കാർക്കൊന്നും അറിയില്ല എന്തൊക്കെയോ പൊടി എന്നാ പറയുള്ളൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ക്ലബ് ഓണർ ആണെങ്കിൽ അവരുടെ പേരിലായിരിക്കും ആ നാട്ടിൽ അറിയപ്പെടുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്റെ സീനിയർ കോച്ച് ജ്യോതിവാസ് സാറിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെയുള്ള ആൾക്കാർ പറയുന്നത് ജ്യോതിവാസിന്റെ പൊടി, അങ്ങനെയാണ് ജ്യോതിചേട്ടന്റെ പൊടി. ഇപ്പൊ ബെന്നിച്ചേട്ടനാണെങ്കിൽ ബെന്നിച്ചേട്ടന്റെ പൊടി, അതുപോലെ ഇപ്പൊ നിസാർക്ക് അതുപോലത്തെ വെൽ നോൺ ഇതൊക്കെ ആൾക്കാരൊക്കെ അപ്പൊ ആ നാട്ടിലുള്ള ആ വ്യക്തിയുടെ പേര് ചേർത്തിട്ടായിരിക്കും നിസാറിന്റെ പൊടി, അല്ലെങ്കിൽ കബീറിന്റെ പൊടി. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ബ്രാൻഡഡ് ആണ് പൊടി, നമ്മുടെ പൊടി ബ്രാൻഡഡ് ആയിട്ടാണ് പോകുന്നത്. അപ്പൊ പേഴ്സണലൈസ്ഡ് ബ്രാൻഡഡ് ആയിട്ടാണ് പോകുന്നത്. അപ്പൊ ബിക്കോസ് ആൾക്കാർക്ക് അത് അറിയില്ലാത്തത് കൊണ്ടാണ്. ഓഫ്കോഴ്സ് അതിലും ഞാനും സന്തോഷിക്കുന്നു. ഇപ്പൊ എന്റെ വീട്ടിലുള്ള ആൾക്കാർ മഞ്ജുവിന്റെ പൊടി അങ്ങനെയാണ് പറയുന്നത്, മഞ്ജുവിന്റെ പൊടി അല്ലെങ്കിൽ കുടിച്ചു അങ്ങനെയാണ് പറയുന്നത് അല്ലെ. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അത് കേൾക്കാനായിട്ട്. എനിക്കും അത് സന്തോഷമുള്ള ഒരു കാര്യം. അപ്പൊ നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ സോക്കോൾഡ് നമ്മുടെ പൊടി കലക്കി കുടിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ വെയിറ്റ് ലോസിലേക്ക് എത്തുന്നത്, വെയിറ്റ് ഗെയിനിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അൾട്ടിമേറ്റ്ലി നമ്മൾ ഹെൽത്തിലേക്ക് എത്തുന്നത് എന്നൊക്കെ ഉള്ളത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതുപോലെയുള്ള സെഷൻസ് നമ്മുടെ കോച്ചസ് എല്ലാവരും ഡെയിലി നമ്മൾക്ക് വേണ്ടി എഡ്യൂക്കേഷൻ സെഷൻസ് നടക്കുന്നുണ്ട്. അതിൽ ഡെയിലി നമ്മൾ ഓൺലൈനിലോ ഓഫ്ലൈനിലോ ക്ലബിലോ എവിടെയെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി അറ്റൻഡ്. നമുക്ക് റെക്കോർഡഡ് വേർഷൻസ് ഇല്ല, ബിക്കോസ് അത് മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുള്ളത് റെക്കോർഡഡ് വേർഷൻസ് ഇല്ല. സോഷ്യൽ മീഡിയയിലൊക്കെ സർക്കുലേറ്റ് ചെയ്ത് വേറെ ആൾക്കാരൊക്കെ അത് എടുത്ത് വേറെ ഏതെങ്കിലും കമ്പനീസ് ഒക്കെ എടുത്ത് മിസ്യൂസ് ചെയ്താൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് സയന്റിഫിക് ഇൻഫർമേഷൻ, ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രോഡക്റ്റ് നമ്മളുടെ പ്രോഡക്റ്റിന്റെ മാത്രം സ്പെഷ്യാലിറ്റി ആണ് നമ്മുടെ ഹെൽത്ത് റിസീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ റെക്കോർഡഡ് വേർഷൻസ് സർക്കുലേറ്റ് ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ട് ഇനി ആർക്കെങ്കിലും റിസൾട്ട് പറയാനുണ്ടോ? ഒരു 2 മിനിറ്റും കൂടെ നമുക്ക് ഹലോ ഗുഡ് മോർണിംഗ്. എന്റെ പേര് ബീന. ഞാൻ കടച്ചാണെന്നാണ്. ഞാന് ക്ലബിലേക്ക് വരണേക്കാളും മുന്നേ മുട്ടുവേദന, ഡിസ്ക് ബൾജ് ഉണ്ടായിരുന്നു, ഓവർ വെയിറ്റ് ആയിരുന്നു. പിന്നെ ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു. ക്യാൻസറിന്റെ ഭാഗമായിട്ട് എനിക്ക് വെയിറ്റ് കൂടി വന്നതിന്റെ ഭാഗമായിട്ട് ഡിസ്ക് ബൾജ് ആയത്, പടി കയറാൻ പറ്റില്ല, ഉറക്കമില്ലായ്മ, വെയിറ്റ് കൂടിയിട്ട് നമുക്ക് കിടന്ന ഒരു വശം വെച്ച് കിടക്കാൻ പറ്റാറില്ല എനിക്ക്. പിന്നെ ഇവിടെ വന്ന് ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് ഡിസ്ക് ബൾജായതും കുറവായി. പിന്നെ അവിടെ കുമ്പിട്ടിട്ട് എനിക്ക് നീരാൻ പറ്റാറില്ല, കുമ്പിട്ടാൻ പറ്റുന്നുണ്ട്. വൈകുന്നേരം എനിക്ക് കാലത്ത് എണീറ്റിട്ട് നമുക്ക് നടക്കാൻ പറ്റാറില്ല. എനിക്ക് കാലത്ത് എണീറ്റ് അടുക്കളയിലേക്ക് വരണമെങ്കിൽ എവിടെയെങ്കിലൊക്കെ പിടിച്ചിട്ട് വേണം എനിക്ക് നടക്കണമെങ്കിൽ. അതേപോലെ തന്നെ പടി കയറുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഇവിടെ വന്ന ഒരാഴ്ചക്കുള്ളിൽ ഇതല്ലാതെ എനിക്ക് നോർമലായി. 90 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു, ഇപ്പൊ 25.